വിക്ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, ദീപക് മോഹൻ. നിങ്ങൾ മറന്നുപോയി കാണും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇല്ലാതിരുന്നത്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഇദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുകയായിരുന്നു. ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന 4 എപ്പിസോഡിൽ ഈ മോന്ത കാണേണ്ടി വരും. താല്പര്യമില്ലാത്തൊരു കാണണ്ട. ദീപക് മോഹൻ ശരിക്കും പണയപ്പണ്ടം പോലെയല്ലേ, ഇവനെ വെച്ച് അനീസിക്കാനെ വെച്ച് ഇവനെ ഇറക്കിയ പോലെയുണ്ട്. അതല്ല, ആൾക്കാർക്ക് എല്ലാ എപ്പിസോഡിലും ഇപ്പം ഇല്ലാത്ത ആളെ കുറിച്ച് ചോദിക്കും, ഇയാളില്ലെങ്കിൽ ഞാൻ അൺസബ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കാണുമ്പോളാ. ഞാനില്ലാത്ത 4 എപ്പിസോഡിൽ ഒരു പട്ടിക്കാണ്. ശരിക്കും ആ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. ഇല്ലാത്ത സമയത്ത് ഇതിപ്പോ ഈ കഴിഞ്ഞ ഞാനുള്ള ചില എപ്പിസോഡുകളാണ് അല്ലാതെ ഭയങ്കര ഹിറ്റ് ആയതല്ലേ. പറയൂ. ജോണിന്റെ ഇൻഡസ്ട്രി കണക്ഷൻ കൊണ്ടാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ നല്ല എപ്പിസോഡുകൾ വരുന്നത്. ഇതുവരെ നല്ല ഗസ്റ്റുകൾ വന്നേക്കുന്നൊക്കെ ജോണിന്റെ ഇൻഡസ്ട്രി കണക്ഷൻസ് ആണ്. അതെ, ജോൺ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് നമുക്ക് അതിന്റെ ഒരു ഗുണം വിക്ടോക്സ്. ജോൺ ഒരു തോറ്റുപോയ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ജേർണിയിലാണ്. കഴിഞ്ഞിട്ടില്ല, മരിക്കണം. ഈ അടിവരയിട്ട് കഴിഞ്ഞാൽ നീ തീരുമാനിച്ചാൽ മതി. ജീവിച്ചിരുന്നപ്പോ ബോൺ ആക്ടറും മരിച്ചപ്പോ ഡെഡ് ആക്ടറുമായിരുന്നു ജോൺ. അപ്പോൾ ബൈ ദ ബൈ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മൾ നമ്മുടെ വിഷയത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മൾ കോവിഡ് ഓർമ്മകൾ. ഓർക്കാൻ ഇഷ്ടമില്ലാത്തതും എന്നാൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളതാണ്. അതെ, നമ്മളെല്ലാവരും ഈ ഒരു തലമുറയ്ക്ക് വിറ്റ്നസ് ചെയ്യേണ്ടി വന്ന വലിയൊരു സംഭവമായിരുന്നു. ഒരു ചരിത്ര പ്രധാനമായ സംഭവമായിരുന്നല്ലേ. അല്ല, ഈ ഒരു ജനറേഷന്റെ ഒരു ഇതാണ് വെള്ളപ്പൊക്കം, മഹാമാരി, ഇതൊക്കെ കാണേണ്ടി വന്നു. അതൊരു ഭാഗ്യം എന്നല്ല പറയണേ, കാണേണ്ടി വന്നു. അതായത് ഇതൊക്കെ ഒരു നടക്കാം. അതിനു മുമ്പ് വെള്ളപ്പൊക്കമൊന്നും നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ല. 98 അതല്ല, അത് വർഷം വരെ 1921 ആ വെള്ളപ്പൊക്കം. 98 എന്ന് പറയുന്നത് മലയാള വർഷമോ അതെന്തോണ് 98 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അത് കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളെ പരിചയത്തിൽ ആരും ഉണ്ടാവില്ല, വളരെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അടുപ്പിച്ച് വെള്ളം പോകുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് പിടിച്ചില്ലേ, കോവിഡ് എന്ന് പറഞ്ഞ് വെള്ളപ്പൊക്കത്തിന് സംസാരിക്കുന്നു. എങ്ങനെ സാധിക്കണല്ലേ? കുട്ടനാട് സാധാരണ മഴ പെയ്യുമ്പോ മാധവൻ അങ്ങനെ കുറെ കഥകൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, കോവിഡും വെള്ളപ്പൊക്കം എപ്പിസോഡ് മാധവന്റെ കുറെ വെള്ളപ്പൊക്കത്തിന്റെ കഥകൾ. ദുരന്തങ്ങൾ ഇട്ടാ മതിയോ? അത് 4 ദുരന്തങ്ങളാണോ ചോദിക്കും. നമ്മളായിട്ട് എറിയുള്ള വടി കൊടുക്കണേ. അപ്പോ പ്ലീസ് സ്റ്റിക്ക് ഓൺ ടു ദ സബ്ജക്ട്. ഞാൻ 2 ദിവസം മുമ്പ് മറ്റേ രാത്രിയുള്ള റേഡിയോയിലത്തെ ആർജമാരുടെ ഒരു നല്ല തണുപ്പുള്ള രാത്രിയല്ലേ, ഈ ദിവസം നമ്മൾ നമ്മുടെ കാമുകിയെ പറ്റി, അങ്ങനത്തെ ഒരു മൂഡാണ്. ഞാൻ ഇന്ന് ഫുള്ള് അത് പിടിച്ചാലോ എന്ന് വിചാരിക്കാം. നമ്മുടെ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഞാൻ പറഞ്ഞ സാധനത്തിന് മൊത്തത്തിലായിട്ട് തള്ളി മാറ്റി. കോവിഡ് ആദ്യം പറഞ്ഞത് അത് തള്ളി, വെള്ളപ്പൊക്കം വന്നു അത് തള്ളി, പിന്നെ ആർജയുടെ മൂടി പിടിക്കാം അത് തള്ളി, ക്യാമ്പസ് വിഷയമായിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ അതില് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ട്. ഭയങ്കര അലമ്പ് സാധനമാണ്. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ നമുക്കൊരു വിഷയം തരും, ഇൻഫ്ലേഷനാ അല്ലെങ്കിൽ വല്ലതും കേൾക്കാത്ത വിഷയം അറിയാം. ഞങ്ങളും കോളേജിലൊക്കെ പോയതാ, GD നമുക്കും അറിയാം. ഒരു വിഷയം തരും, അതിലിങ്ങനെ സംസാരിക്കണം. അപ്പൊ അതില് നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണ് പറയാൻ. വിഷയം അറിഞ്ഞൂടെങ്കിൽ നമുക്ക് 2-3 സ്ട്രാറ്റജിയാണ് ഉള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാം, ഒന്ന് ഇതുപോലെ നിങ്ങൾ വിഷയത്തിനെ പറ്റി പറയുന്നില്ല, നമ്മൾ വിഷയത്തിനെ പറ്റി മാറി പറയുന്നു, പിന്നെ സമ്മറൈസ് ചെയ്യുന്നതാണ് ഏറ്റവും കീഴില്. സമ്മറൈസ് ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പൊ ജോൺ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞത് ജോൺ പറഞ്ഞു, ജോണിന്റെ കോവിഡിന് മുമ്പേ എന്റെ ജീവിതം കോവിഡിന് മുമ്പേ ഇപ്പൊ 2016 ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ 21 ദിവസം വീട്ടിൽ പൂട്ടിയിരിക്കേണ്ടി വരും. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു. ഞാൻ ശ്രീനിവാസനൊന്നും ക്വാറന്റൈൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എനിക്ക് പക്ഷെ എന്റെ ജീവിതം ലൈഫ് മാറിയത് കോവിഡിന് ശേഷമാണ്. നമ്മളെല്ലാം കോവിഡിനുണ്ടായ, നമ്മൾ ആദ്യം മീറ്റ് ചെയ്യണ കോവിഡ് വേവിൽ വന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ശരിക്കും ജോൺ നമ്മളത് കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞു. നമ്മുടെ ഒരു സെക്കൻഡ്
തുടക്കത്തില് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വേവിലെ വന്നിട്ടുള്ളൂ. പിന്നെ പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല അവൻ വന്നത്. ഞാൻ വന്ന് പോയ ഗ്യാപ്പിലാണ് ജോൺ കയറിയത്. ഇവനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവനൊക്കെ ഏതാ ഞാൻ ഇങ്ങനെ ഒരു തട്ടം ഇട്ട് കൊടുത്തതാണ് ജോൺ. തട്ടം ഞാൻ കണ്ടുപോലില്ല. ദീപക് ആദ്യം ഇംഗ്ലീഷിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഭയങ്കര കോമ്പറ്റീഷൻ. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ആരുമില്ല. അപ്പോൾ ഒരു കോർപ്പറേറ്റ് തിങ്കിങ് ആണ്. മലയാളത്തിൽ വന്നിട്ട് നമുക്ക് ആ സീൻ അങ്ങോട്ട് പിടിക്കണം. അങ്ങനെ മലയാളത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ ദീപക് മാൻ വന്നു. പിന്നീട് അവിടെ CCP എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ബിൽഡ് ചെയ്യുന്നു അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു ഇത് വരുന്നത്, അതായത് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ പോരായിണ്ടെന്ന് തോന്നുന്നത്. കോവിഡ് വന്നതോടുകൂടി എന്തായി, എല്ലാവരും ഊമ്പിത്തെറ്റിരിക്കുകയാണ്. ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം സെറ്റ് ഇല്ല. പക്ഷെ അവിടെ ആൾക്കാരും മൈൻഡ് സെറ്റ് ഗ്യാപ്പായിരുന്നു. അല്ല അവിടെ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, അതായത് വീട്ടില് ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതല്ലാണ്ട് അതായത് അവിടെയും ഈ പറഞ്ഞ എല്ലാരും ഒരേപോലെ ആവുന്നില്ല. അതായത് അവിടെയും പാവപ്പെട്ടവന്ന് വിചാരിക്കണത് കാശുള്ളവന് ഇപ്പൊ എന്താ അവന് മറ്റു ജോലിക്ക് പോകേണ്ട ചില്ലി ഒരു പീരീഡ് കിട്ടി എന്നുള്ളതാണല്ലോ. പക്ഷെ ഡെയിലി വേജിലൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ആർക്കും ഒരു നിവൃത്തിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പുറത്തിറങ്ങാൻ മറ്റേ അങ്ങനെ ഒരു എക്സ്പ്ലോറിങ് പരിപാടി നടക്കൂലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം സെറ്റാണല്ലോ. പക്ഷെ ഈ ഡെയിലി ജോലിക്ക് പോയിട്ട് കാശുണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, അവർക്കാണല്ലോ അതിന് ബുദ്ധിമുട്ട്. അവര് നോക്കുമ്പോൾ ഏതൊരു പ്രശ്നത്തിലും അങ്ങനെയാണല്ലോ. അല്ല നേരത്തെ പറഞ്ഞ പോയിന്റിൽ ആ പ്രശ്നം എല്ലാവർക്കും ഈ പുറത്തിറങ്ങാൻ പറ്റുന്ന ലോക്കാന്നുള്ളത് എല്ലാവർക്കും ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ തന്നെ. പക്ഷെ ആ വീട്ടിലിരിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണല്ലോ. അതൊരു ഡാർക്ക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പെട്ടെന്നാണല്ലോ ആൾക്കാർ മരിക്കുന്നത്. ഇത്രയും നമ്മള് അല്ലെ പറയട്ടെ, ഇത്രയും നിങ്ങളുടെ ലൈഫിൽ കുറെ കാശുണ്ടാക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതെല്ലാം തന്നെ പെട്ടെന്നൊരു ദിവസം നമ്മള് മരിക്കണം. അങ്ങനെ നമ്മൾ കുറെ കേസസ് കാണാണ്. കുറെ ഭയങ്കര മൈൻഡ് ഫക്ക് ആയിരുന്നു. ആദ്യം നമ്മൾക്ക് കോവിഡും വലിയ പുച്ഛമായിരുന്നു. ആദ്യത്തേലും അത്ര സീരിയസ് അല്ല, രണ്ടാമത്തേലായിരുന്നു അറിയാവുന്നവരൊക്കെ ശരിക്കും ഇൻവോൾവ് ആവുന്ന രണ്ടാമത്തേലായിരുന്നു. ഇങ്ങനെ ഞാൻ പറയാം, ആദ്യം വന്നത് മാർച്ച് 2020 ആദ്യത്തെ സാധനം വന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു നവംബർ 2020 ആയപ്പോഴാണ് തുറക്കുന്നത് അല്ലേ, തുറക്കുന്നത് ജാനുവരി. പിന്നെ മെയ് 2021 രണ്ടാമത്തെ വേവ് വരുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും സ്റ്റാൻഡപ്പിലോട്ട് ഇറങ്ങുന്ന ഒരു ടൈമും. ജസ്റ്റ് തുടങ്ങി ആ വേവായിരുന്നു ഭയങ്കര കില്ലർ വേവ്. ആ വേവിലായിരുന്നു ഭയങ്കര ഓക്സിജൻ ഇല്ലാതെ ഹോസ്പിറ്റൽ ബെഡ് കിട്ടാതെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട ആ 2021 വന്ന്. പക്ഷെ ഇതിന്റെ എല്ലാം കുറ്റം COVID-19 അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സംഭവം. ചൈനയിൽ ഇങ്ങനെ ന്യൂസ് ഇതിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മളിത് ഫേക്ക് ന്യൂസ് പോലെ വല്ല സാധനമൊക്കെയാന്ന് വിചാരിക്കുന്നത്. ചൈനയിൽ ഇങ്ങനെ ഒരു സാധനം പൊട്ടിപ്പുറപ്പെട്ടു, വുഹാൻ മാർക്കറ്റ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചേട്ടന് ഇത് കാട്ടി കൊടുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം പൂട്ടിയിട്ടേക്കാം, മറ്റേ സിനിമയിലൊക്കെ കണ്ട പോലെ 2 മാസം കഴിഞ്ഞില്ല നമ്മളൊക്കെ വീടിന്റെ അകത്തുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമല്ലായിരുന്നു. പിന്നെ ഇപ്പൊ പോലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അത് എന്തൊരു ഭയങ്കര വിശ്വസിക്കാൻ മറന്നില്ലേ, കുറെ മറന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പീരീഡിലൂടെ പോയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ള ഒരു പരിപാടി. ഈവൻ വെള്ളപ്പൊക്കം പോലും അന്ന് അനുഭവിച്ച് 4 ദിവസം കഴിഞ്ഞ് അത് അനുഭവിച്ച് അതിലെന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പിന്നീട് വൈഫിന്റെ വീടൊക്കെ വെള്ളത്തിന്റെ ഉള്ളിലായിരുന്നു. അവർക്ക് ഇപ്പോഴും അത് ഭയങ്കര 2 മഴ പെയ്ത് കഴിഞ്ഞ പേടിയായി, ഭയങ്കര പേടിയായിരിക്കും അല്ലെ. അപ്പൊ ഈ തുടക്കത്തിലെ സമയത്ത് റൂട്ട് മാപ്പ് ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കവലയിലിട്ട് ഓടിച്ചിട്ട് പോലീസ് പിടിച്ച് കൊണ്ടുപോകും. ഫസ്റ്റ് കേസ് തൃശ്ശൂരാ, കേരളത്തിലെ ഇന്ത്യയിലെ ഫസ്റ്റ് കേസ് ചൈനയിൽ ഡയറക്റ്റ് വന്നത്. അല്ല, ഒരു ഫാമിലി വന്നിറങ്ങിയിട്ട് അവര് കല്യാണം ഇറ്റലിയിൽ നിന്ന് കണ്ട് വന്നിട്ട് അവര് ഒരു കല്യാണം കൂടാൻ പോയിട്ട് അവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടായി. അതായത് കുറെ പേര് ഇൻഫെക്റ്റഡ് ആയി. എന്നിട്ട് ആ ഫാമിലിക്കെതിരെ ഭയങ്കര അറ്റാക്ക് ആയി. ഇൻഫെക്റ്റഡ് ആയി തോന്നുന്നു. ഇവര് ക്വാറന്റൈനിൽ ഇരുന്നില്ല എന്നുണ്ട്. അങ്ങനെ ഫുൾ ട്രിപ്പ് അടിച്ച് നടക്കുകയായിരുന്നു. ഏതോ കല്യാണം കൂടാൻ ചെയ്തു. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ കുറെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഡ്രോൺ പറഞ്ഞ് ആൾക്കാരെ പിടിക്കുക. അതിന്റെയൊക്കെ കുറെ വീഡിയോ ഉണ്ടല്ലേ, ഈ അവര് ഒരു എന്താ പ്രത്യേകിച്ച് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന ആൾക്കാര് എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവര് വീട്ടിന്റെ അകത്തിരിക്കാൻ ഭയങ്കര പാട് തന്നെയായിരുന്നു അല്ലേ. പിന്നെ വാറ്റിയത്, പിന്നെ ബക്കറ്റ് ചിക്കൻ ചിക്കൻ ഫുൾ ജെറസോടെ എപ്പോഴാ വന്നത്? ബക്കറ്റ് ചിക്കനൊക്കെയാണ് കുറെ കൂട്ടുകാർ എല്ലാവരും കൂടെ ഈ ഒട്ടും ഒന്നു ചേരാൻ പറ്റാതായിട്ട് പിന്നുള്ള പ്ലാനൊക്കെയാണ് ഇതുപോലെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുക പരിപാടി. അങ്ങനെയാണെന്ന് തോന്നുന്നു ബക്കറ്റ് ചിക്കൻ ട്രെൻഡായ. എന്നിട്ട് കുറെ കണ്ടന്റ് ആൾക്കാർ കണ്ടന്റ് അന്ന് ശരിക്കും എന്തിട്ടാലും ഓടുന്ന ഒരു സമയമുണ്ട്. എല്ലാരും വീട്ടിലിരിക്കുക. അംബാനിയുടെ വക ജിയോ ജിയോ ജസ്റ്റ് വന്ന് കേറി അടിച്ചു കയറി നിൽക്കുന്ന ടൈമിലാണ് ഈ കോവിഡ് ഒക്കെ വരുന്നത്. ഈ സമയത്ത് ഈ വീട്ടമ്മമാര് ഇത് ഉപയോഗിക്കാൻ പഠിച്ചത് ഞങ്ങളുടെ ഇതില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞ കുർബാന കാണുന്ന പരിപാടി ഇവര് മൊബൈലിൽ യൂട്യൂബിലായി. അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ട് ഇവര് ഈ സാധനം ഉപയോഗിക്കാൻ പഠിച്ചു യൂട്യൂബ്. പിന്നെ അങ്ങോട്ട് ഹലോ ഡിയർ, ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചിക്കനാണ്, പിന്നെ കേൾക്കുന്ന അടുക്കളയിൽ ഇതൊക്കെയാണ്. ദിവസം ഒന്നെങ്കിൽ ആൾക്കാർ കോവിഡ് പിടിക്കുന്നു, അല്ലെങ്കിൽ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. യൂട്യൂബ് ചാനലിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്ത് വന്നത് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായ ഒരു ടൈം എന്ന് പറയുന്നത്, അല്ല ഉള്ള ആൾക്കാർക്കും തന്നെ ഇതൊരു പ്രോപ്പർ പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു നല്ല റവന്യൂ വന്നു തുടങ്ങിയത് ആ ഒരു സമയത്തൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈഗിൾ ഗെയിമിംഗ് ആ പുള്ളിയൊക്കെ പുള്ളിയുടെ ഏതൊരു ഇന്റർവ്യൂലൊക്കെ അങ്ങനെ പറഞ്ഞ പോലെ ഓർക്കുന്നു. കോവിഡ് ആയിരുന്നു ചാകര. എന്റെ ചാനൽ വരെ കോവിഡിലായിരുന്നു. വീഡിയോ ഇട്ട് അങ്ങനെ കയറിക്കൊണ്ടിരുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ ഡിസംബറിൽ വിടുന്നത്, ഡിസംബർ 3 തീയതി. അപ്പൊ കിട്ടിയ ഫോളോവേഴ്സ് പിന്നെ കിട്ടിയിട്ടില്ല. അത് എന്റെ പീക്ക് ഫോളോവേഴ്സ് മെയ് 2021. യൂട്യൂബിന്റെ പീക്ക് അതായിരുന്നു. ഓൺലൈനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ പീക്ക് ആയിരുന്ന ഒരു സമയം ഈ കോവിഡിന്റെ സമയം തന്നെയായിരുന്നു അല്ലെ. അല്ല, വർക്ക് ഫ്രം ഹോം തന്നെ ശരിക്കും പണ്ട് എന്തായിരുന്നു ഈ കമ്പനി ഇതുകൊണ്ട് ഭയങ്കര വലുതായി. ടീംസ് മൈക്രോസോഫ്റ്റ് ടീംസ് വർക്ക് ഫ്രം ഹോം തന്നെ എന്തൊരു ഭയങ്കര വലിയ ട്രെൻഡ് ആയിരുന്നു. അത് ഇപ്പോഴും ആൾക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞു. ശരിക്കും ഭയങ്കരമായിട്ട് ഇതുകളെ ബാധിച്ചു. ഓഫീസ് സ്പേസുകൾ കുറെ ആൾക്കാർ ഉപേക്ഷിച്ചു. വീവർക്കോ അങ്ങനെയുള്ള ഓഫീസ് വീവർക്ക് മാത്രമല്ല, ഈ റിയൽ അതായത് അക്കോമഡേഷൻ, ഓയോ, എല്ലാ ട്രാവൽ ടൂറിസം റെന്റിന് കൊടുക്കുന്നത് എല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ സമയത്ത് പിടിച്ചു എയർബിഎൻബി പിടിച്ചു ആൾക്കാർ. ബാക്കി എല്ലാവരും ഓയോയും പിടിച്ചു, പക്ഷെ ബാക്കി എല്ലാവരും തന്നെ നല്ല ഹിറ്റ് എടുത്തു. ഇല്ലല്ലോ, ഓയോ ഒക്കെ നല്ല രീതിയിൽ ഹിറ്റായി. ട്രാവൽ ടൂറിസം കംപ്ലീറ്റ്ലി തകർന്നു പോയായിരുന്നു. ട്രാവൽ ടൂറിസം സെക്രട്ടറി വർക്ക് ചെയ്ത ആ സമയത്താണ് ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ആള് ക്ലച്ച് പിടിച്ചത്. അതായത് ഈ ഫ്ലൈറ്റിൽ വരണവരെ കംപ്ലീറ്റ് ക്വാറന്റൈൻ ചെയ്യണം എന്നുള്ളൊരു സാധനം വന്നില്ലേ. അപ്പൊ ഈ വരണവരെ കംപ്ലീറ്റ് മൂന്നാറൊക്കെ ഒരു വീട് ഹോം സ്റ്റേ എടുത്തിട്ട് എല്ലാ പരിപാടികളും സെറ്റ് ചെയ്ത് ഇവർ എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് ആള്. അപ്പൊ ആ സമയത്ത് ആൾക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബിസിനസ് പൊളിഞ്ഞിരിക്കണല്ലോ. അപ്പൊ ഹോം സ്റ്റേക്കാര് കിട്ടുന്ന റെന്റ് മതി എന്നുള്ളൊരു പോയിന്റിലൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ആ സമയത്ത് നല്ല ഡീല് സെറ്റ് ചെയ്ത് ആളെ സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ചിലർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുന്ന പറയുന്നത് ഇതില് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡിലും. ലോകത്ത് ഇത്രയും പേര് രക്ഷപ്പെട്ടപ്പോ ലോക്ക്ഡൌണിന്റെ സമയത്ത് റിൻഷു എന്തെടുക്കുമായിരുന്നു. ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ലോക്ക്ഡൌണിന് മുന്നേ ഞാൻ കൊച്ചിയിൽ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ വർക്കൊക്കെ ആയിട്ട് നമ്മുടെ ആരിഫിന്റെ കൂടെ, പിന്നെ ആരിഫ് ഗാന്ധിജിയാണല്ലോ എല്ലാവർക്കും അറിയാം. ആരിഫിന്റെ കൂടെ, ആരിഫിനെ നമ്മൾ ആരിഫ് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, പുള്ളി ബിസിനസ് ആണ്. അപ്പൊ റിൻഷാദ് എവിടെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തലയിടുമല്ലോ. ആരിഫിന്റെ കൂടെ തലയിട്ടോണ്ടിരിക്കുകയാണ്. ഞാനും ആരിഫും കൂടെ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോവിഡിന്റെ പരിപാടി വരുന്നത്. ഈ പറഞ്ഞ പോലെ ചൈനയിൽ ഈ പറഞ്ഞ വൈറസ് വന്നു നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മുടെ കൂട്ടുകാരന് ഇതിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്തെ. ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ വേറൊരു കൂട്ടുകാരൻ. അപ്പൊ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ADHD സാധനമാണ് പുള്ളിക്കാരന്. ഇവിടെ വൈറസ് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇവിടെ ടെൻഷൻ, എന്തിനാണെന്നറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ടെൻഷൻ കൊണ്ട് ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ എന്താ ആളിയ കാര്യം പറ. അപ്പം ഇവൻ ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ട്. അപ്പം ഇവൻ പറഞ്ഞു, അളി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനൊരു മസാജ് പാർലറിൽ ഞാൻ പോയി. അപ്പോൾ ഇവൻ അവിടെ ചെന്ന സമയത്ത്
അവിടെ ഒരു നോർത്ത് ഈസ്റ്റ് ലുക്കുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കുന്ന പോലത്തെ ഒരു പെട്ടിയുണ്ട്. അപ്പോൾ ആശൻ മസാജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പനി, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നു. എല്ലാം കൂടെ പുള്ളി കണക്ട് ചെയ്തപ്പോൾ പുള്ളി ഇയാൾ ഇനി ചൈനയിൽ നിന്ന് വന്ന് ഇറങ്ങിയ ആളായിരിക്കും, പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കൊറോണ കിട്ടി, ഇനി കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് എന്നെ പിടിച്ചോണ്ട് പോകും, അത് കഴിഞ്ഞ് എന്റെ റൂട്ട് മാപ്പ് വരും, റൂട്ട് മാപ്പിൽ മസാജ് ചെയ്യാൻ പോയി വന്ന് കണ്ടു. അങ്ങനെ ഈ റൂട്ട് മാപ്പ് ഇട്ടിട്ട് ചിലപ്പോ കുറെ ബന്ധങ്ങളൊക്കെ തകർന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു, അല്ലേ? റൂട്ട് മാപ്പ്, ക്യാമറ, ഇതൊക്കെ കുറെ ബന്ധങ്ങൾ. രണ്ട് കപ്പിൾസ് ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ ഒരുമിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റിയതിന്റെ കാരണത്തിൽ തകർന്ന കുറെ ബന്ധങ്ങളുണ്ട് അല്ലേ? കൂടെയാണല്ലോ ജീവിച്ചതെന്ന്. ഇങ്ങനെ റൂട്ട് മാപ്പ് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ആ സമയത്ത് ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ആദ്യമായിട്ട്. ആ സമയത്താണ് നമ്മൾ സെറ്റ് ആവുന്നത്. ആൻഡ് പിന്നീട് ലോക്ക്ഡൌണിലും കൂടെ ആയപ്പോ, പക്ഷെ ഞാൻ എൻ്റെ വീട്ടില്, പുള്ളിക്കാരുടെ വീട്ടില്, പക്ഷെ അപ്പോഴും ആ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന, നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് കോവിഡ് പീരീഡ് അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. ആദ്യത്തെ കുട്ടിക്ക് പേരിട്ട് ദീപക് മോഹൻ, നല്ലൊരു പേരുണ്ടല്ലേ, സെൽവൻ. അപ്പൊ എന്റെ കൊറോണ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ആ സമയത്ത് അതായത് ഓൺലൈനായിട്ട് ലൂഡോ കളിക്കുക, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ അങ്ങനെ കുറെ ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ഓഫ്ലൈനിൽ കളി നടക്കുന്നില്ല, ഓൺലൈനിൽ ലൂഡോ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയായിരുന്നു. ആൻഡ് ദീപകിന്റെ എങ്ങനെയായിരുന്നു കൊറോണ സമയം? ഞാനാണെങ്കിൽ കരിയറിൽ വളരെ നല്ലൊരു പോയിന്റിലായിരുന്നു കൊറോണയുടെ മുമ്പേ. ഞാൻ ലണ്ടനിലായിരുന്നു. ഞാനാണെങ്കിൽ വിപ്രോയിൽ കയറി. ഞാൻ ലണ്ടനിൽ നിൽക്കുന്ന സമയത്താണ് ഞാനപ്പോൾ ഈ ഡേറ്റ അനാലിറ്റിക്സ് ടീമിലായിരുന്നു, അനാലിറ്റിക്സ് ടീം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സാധനം വലിയ പിടിയൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ പിടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണിക്കണമല്ലോ നമുക്കിത് അറിയാവുന്നത്. കാരണം ഞാനാണെങ്കിൽ കുറേ തള്ളിക്കയറ്റിയിട്ടാണ് ഈ ടീമിലോട്ട് കയറിയിട്ടുള്ളത്, ലണ്ടനിൽ എത്തിയിരിക്കുന്നത്. ഞാൻ പണ്ട് ലണ്ടനിലെത്തി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ പോലെ എനിക്കിതൊക്കെ ഒന്ന് ചുറ്റി കാണണം. അപ്പോഴാണെങ്കിൽ ഞാൻ പണ്ട് AI സ്റ്റാർട്ടപ്പ് ഉണ്ട്, AI അറിയാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കയറിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കോവിഡ് തുടങ്ങിയ സമയം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ആരോ ഡേറ്റ അനാലിസിസ് പോലെ ചെയ്ത് ഇതിങ്ങനെ പടരും, അങ്ങനെ പടരും, എന്നിട്ട് ഇങ്ങനത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൊള്ളാം, ഞാൻ ഇങ്ങനെയൊക്കെ വായിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ ബോസ് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആർട്ടിക്കിൾ വായിച്ചില്ല, ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര ഇൻസൈറ്റ്ഫുൾ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞു. അന്ന് എനിക്ക് ശരിക്കും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ ആ ടീമിലോട്ട് കയറുക എന്നുള്ളതാണ്. ഞാനൊരു ഇൻറ്റേൺഷിപ്പ്, അതായത് കമ്പനിയുടെ അകത്ത് ഒരു 3 മാസത്തെ സ്റ്റിൻറ്റ് പോലെ അവിടെ പോയിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ഫുൾ ടൈം 5 വർഷത്തെ വിസ തന്ന് അവിടെ ഇരുത്തും. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ പണിയെടുത്ത് എന്തായാലും കയറൂലല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസമാണ് നമുക്കുള്ള ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡേറ്റ അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിളിൻ്റെ നമുക്കറിയാലോ, ഗൂഗിളിൽ നമ്മളൊരു ആർട്ടിക്കിൾ തുടങ്ങി അത് തന്നെ വീണ്ടും വരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ട് ഇവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു, മനസ്സിലായില്ലേ? ഭയങ്കര അടിപൊളി ഡാഷ്ബോർഡ്, അങ്ങനെ ആ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ചു വരാൻ പ്ലാനില്ല, സുഖം കിട്ടിയല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വന്നതാണ് ഇവിടെ, ഇനി നമ്മൾ ഇവിടെ തന്നെ കിടക്കണം, നമ്മൾ ഇവിടെ നിന്ന് വിസ എടുത്ത്. കാരണം 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി, അത് കഴിഞ്ഞിട്ട് എനിക്ക് 6 മാസത്തെ ഒരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞിട്ടാണ് ഫുൾ ടൈം കയറാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 6 മാസം ലണ്ടനിൽ തന്നെ നിൽക്കും, ഈ ടീം സ്പോൺസർ ചെയ്യണമെങ്കിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാൻ അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു കാരണം വെച്ചാലും പോവില്ലെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവർക്ക് ഇങ്ങനെ ആർട്ടിക്കിൾ അയച്ച് ഇവരെ ഭയങ്കര ഇമ്പ്രസ് ചെയ്യണം, അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഞാനിങ്ങനെ രാവിലെ പോകുമ്പോൾ അപ്ഡേറ്റ് പോലെയൊക്കെ പറയും, ഇന്ന് കോവിഡിൽ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ പ്രശ്നമൊന്നുമില്ല ഇതിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനമായപ്പോൾ ഇങ്ങനെ ഇത് കുറച്ച് സീരിയസ് ആവുന്നു. അതായത് ഞാനും വേറെ 4 ഇന്ത്യൻസുമാണ് അവിടെ പോയിരിക്കണം. അതിൽ ബാക്കി 4 പേരും തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ പേടിയായി.
എന്നുവെച്ചാൽ അതുവരെയുള്ള ധൈര്യം എനിക്ക് ചെറിയ ചോരാൻ തുടങ്ങി. അപ്പോൾ ഞാനും തിരിച്ചു വരാൻ തീരുമാനിച്ചു, ഞാൻ ലണ്ടനിൽ തിരിച്ചു വരാൻ തീരുമാനിച്ച്. പിന്നെ എനിക്ക് വേറൊരു അവിടെ അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തിനാണ് ബ്രോ, ഞാൻ ആക്ച്വലി അവനെ മീറ്റ് ചെയ്യണം മുമ്പ് വരെ ഞാൻ എൻ്റെ മനസ്സിൽ വരികയാണ് എന്തിനാണ് അവൻ പോയിട്ട് എന്താണ് ബ്രോ ഇവിടെ ഇപ്പോൾ എന്ത് നടക്കാനാണ് കോവിഡ് എന്ന് പറഞ്ഞ് ചെറിയ. അപ്പോൾ അവൻ എന്നെ പേടിപ്പിച്ചു, അതായത് നിനക്ക് ഇനി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ നീ ആരെ പോയി കാണും, നിനക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നീ പോയിട്ടില്ല, നിനക്ക് ഇവിടെ എങ്ങനെയാണ് സാധനങ്ങൾ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇൻ കേസ് നിനക്ക് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കറക്റ്റ് ആ 1 മണിക്കൂറിലാണ് ഞാൻ തിരിച്ച്. അതെ, ആദ്യം ഞാൻ HR വിളിച്ചു പറഞ്ഞില്ല ഞാൻ വരുന്നില്ല, ഞാൻ നിന്നോളാം ഇവിടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ച് തിരിച്ചു വരാമെന്നുള്ള. പിന്നെ ഈ ഡേറ്റയും ഞാൻ കാണുന്നുണ്ടല്ലോ ഇത് കൂടുന്നത്, അപ്പോഴാണ് പലയിടത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. ഈ മരണവും ചൈനയിൽ നിന്ന് പുറത്തു US-ലും Italy-ലും ഒക്കെ ആൾക്കാർ മരിച്ചു തുടങ്ങി. ഇറ്റലിയിലൊക്കെ US ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും പ്രായമുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റലിയിലൊക്കെ ആണെങ്കിൽ ആൾക്കാരെ ക്രെമേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല, അങ്ങനത്തെയൊക്കെ ന്യൂസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാനും പേടിച്ചു. അങ്ങനെ ഞാൻ ഇന്ത്യയിലോട്ട് വന്ന അവസാനത്തെ ഫ്ലൈറ്റിലാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ അവസാനത്തെ എയർ ഇന്ത്യയിലാണ് ഞാൻ ഇന്ത്യയിലോട്ട് വരുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 4 ഇന്ത്യൻസിൽ അന്ന് വാലന്റൈൻസ് ഡേന് നമ്മൾ ഒരു ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലബ്ബിൽ പോയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊക്കൈൻ അടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കൊക്കൈൻ അടിക്കണമെന്ന് ഭയങ്കര താല്പര്യം. അന്ന് എനിക്ക് അത്രയല്ലേ ഉള്ളൂ പ്രായം. ഇങ്ങനെ ചെറുതാ. അപ്പോൾ ഈ ക്ലബ്ബിൽ എന്തായാലും കിട്ടും എന്ന് നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പോയൊക്കെ ചോദിക്കുന്നുണ്ട്, അവന്മാരെ അടിക്കാനൊക്കെ. ഞാൻ ഈ കാണുന്ന ബൗൺസേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടിയില്ല. പക്ഷെ അവിടെ പോയ നമ്മുടെ കൂടെ 2 പെണ്ണുങ്ങളുണ്ട്. 2 പേരുടെ ഫോണും കളഞ്ഞുപോയി, അടിച്ചു മാറ്റി ആരോ ലണ്ടനിൽ. പിന്നെ അവിടെ നല്ല കള്ളന്മാർ റിൻഷാദൊക്കെ അവിടെ അല്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ആഗ്രഹം മൊത്തം നടന്നപ്പോ ലണ്ടനിൽ പോയിട്ട് അല്ലേ, UK പോയിട്ട് റിൻഷയ്ക്ക് ഇപ്പൊ 2 ഫോണും ഉണ്ട്, ഒരു ലൈനും ഉണ്ട്. അങ്ങനെ അതിൽ ഒരു പെണ്ണിന്റെ ഫോൺ കളഞ്ഞുപോയി, 2 പെണ്ണുങ്ങളുടെ ഫോൺ കളഞ്ഞുപോയി. ഒരുത്തിയുടെ കിട്ടിയില്ല. ഒരുത്തി പുതിയ ഓർഡർ. നമ്മൾ പോലീസിലൊക്കെ പോയി FIR ഇട്ടപ്പം ഇവിടുത്തെ ബാംഗ്ലൂർ പോലീസ് തന്നെ FIR ഇട്ടിട്ട് കാര്യമില്ല, ദിവസം കുറേ ഇത് പോകും എന്നൊക്കെ. ഓക്കെ ശരി. പിന്നെ മറ്റേ ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഫോൺ, അങ്ങനെ എന്തോ ഒരു സാധനം കാരണം അവളുടെ ഫോൺ ഇന്ത്യയെ നയിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നടക്കണ ഫെബ്രുവരി 16-ാം തീയതി 17-ാം തീയതി. നമ്മൾ തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത് മാർച്ച് 1-ാം തീയതി. അപ്പോൾ ഇവളുടെ ഫോൺ ട്രാൻസിറ്റിലാണ്. അപ്പോൾ ഇവള് പറഞ്ഞ് നീ പൊക്കോ. അപ്പോൾ ഞാൻ അവസാനത്തെ ഫ്ലൈറ്റ് കയറുമ്പോൾ നമുക്ക് അറിഞ്ഞിട്ടല്ലോ ഇത് അവസാനത്തെ ഫ്ലൈറ്റ് ആണെന്നുള്ള. അവൾ പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ കിട്ടിയിട്ട് വരാം, അല്ലെങ്കിൽ ഫോൺ മിസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളവിടെ അവള് ലോക്കായി. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾക്ക് വിസ കിട്ടി കാണുമല്ലോ. എന്നുവെച്ചാൽ ജൂൺ ജൂലൈ ഒക്കെ ആയപ്പം ആക്ച്വലി അവിടെ പോയി നിന്ന് കുറേ പേര് തിരിച്ചു വരുന്നത് എനിക്കറിയായിരുന്നു. കാരണം പേരൻസിന്റെ കൺസേണും പിന്നെ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ നിൽക്കുന്ന കേസൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് വന്ന് കാണുമായിരിക്കും ചിലപ്പോൾ തിരിച്ച് നാട്ടിൽ തന്നെ പോകാൻ. കാരണം എനിക്ക് അറിയാവുന്ന വിസ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഈ കോവിഡിന്റെ സമയത്ത്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് എംപ്ലോയി ആണല്ലോ, കമ്പനി നമുക്ക് ക്വാറന്റൈൻ തരുമല്ലോ, നമ്മൾ അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. HR നമ്മുടെ പേരൻസിനെ പോലെയാണല്ലോ. അപ്പോൾ അവർ നമ്മളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലിട്ടു 14 ദിവസം. അങ്ങനെ ഞാൻ ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ആങ്സൈറ്റിയാണ് ഇതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ അപ്പോൾ അന്ന് നമുക്ക് അറിഞ്ഞൂടെ ഈ കോവിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ള ക്ലിയർ ആയിട്ട്. അതായത് അന്നിങ്ങനെ എന്നും പുതിയ സിംറ്റം വരും. അപ്പോൾ അവൻ വന്ന് പറഞ്ഞ് അവനിങ്ങനെ ശ്വാസം വലിക്കുമ്പം ഭയങ്കര സൗണ്ട് കേൾക്കുന്ന, അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു, എനിക്ക് കോവിഡാണെന്നൊക്കെ തോന്നണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലടാ പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്തായാലും നമുക്ക് എന്തായാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാത്രി പോയി കിടക്കുമ്പോൾ എനിക്കും ശ്വാസം വലിക്കാൻ നെഞ്ചിൽ ഭയങ്കര ഒരു ഹെവി പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി കോവിഡ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഇവനും കൂടെ ടെസ്റ്റിങ്ങിന് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര തള്ളു, വേറെ ലെവല് പ്രശ്നം. അപ്പോൾ ആ സമയത്ത് ഇതിപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്ക് ടൈപ്പാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ടൈപ്പിലൊക്കെ അവർ ഈ ഇൻ്റർനാഷണൽ ട്രാവലുള്ള ആൾക്കാർക്ക് ടെസ്റ്റിംഗ് തരുള്ളൂ. കാരണം കിറ്റൊന്നും ഇല്ലല്ലോ ആ സമയത്ത്.
പക്ഷെ അന്ന് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യണം. കാരണം എല്ലാവരും ഭയങ്കര ആങ്സൈറ്റി. അവിടെ ഇതൊന്നുമില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര ഒരു പാനിക്കിൻ്റെ സ്റ്റേറ്റിലാണ് അവിടെ നിൽക്കണം. അതായത് എനിക്ക് കയറണം, ഇതെങ്ങനെയെങ്കിലും കയറണം എന്നുള്ളൊരു ലൈനിൽ. പക്ഷെ അവിടെ ഫുൾ ചെറിയ അടി ലെവൽ സീൻ എന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ആൾക്കാർ അടി ഉണ്ടാക്കിയാണ് ഈ കയറണം, ഈ കോവിഡാണെന്നൊക്കെയുള്ള ലെവലിൽ സെക്യൂരിറ്റി തള്ളി മാറ്റാനൊക്കെ. പക്ഷേ ഇതെല്ലാം ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ സാധനമാണല്ലോ. പക്ഷെ അപ്പൊ ഇങ്ങനെ അവിടെ എന്നൊക്കെ പറഞ്ഞ് ദൂരെ ഇരുന്നൊക്കെ ആൾക്കാരടി ഞാൻ അങ്ങോട്ട് വരും, വരല്ല അങ്ങോട്ട് വരല്ല സാധനം, ഗേറ്റ് തുറക്കൂല എന്നൊക്കെയുള്ള സാധനമാണ്. അങ്ങനെ ഞാൻ കയറി. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഈ PPE കിറ്റും സാധനമൊക്കെ കാണുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ അന്ന് വരെ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടി വരില്ല, നമ്മളെന്തോ ഒരു കുഴപ്പക്കാരനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ അവിടെ അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്തായാലും ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാനും കൂടെ പോവാം. അന്ന് രാവിലെ എന്തോ എനിക്കൊരു ലൂസ് മോഷൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു കോവിഡ്. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഡോക്ടർ വെച്ച് എന്തൊക്കെയാണ് സിംറ്റം, ശ്വാസം. എനിക്ക് ശ്വാസം ഭയങ്കര ഹെവിനെസ് ഉണ്ട്, പിന്നെ രാവിലെ ലൂസ് മോഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ PPE കിറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടി തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോകണം. അതുമല്ല ഇത്രയും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇല്ലല്ലോ, ഭയങ്കര തള്ളും പാനിക്കും സാധനത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവർ ടെസ്റ്റ് എടുത്തിട്ട് ഇവർ പിന്നെ അപ്പോഴാണ് ഇവരെൻ്റെ അടുത്തെന്ന് പറയണത് നെഗറ്റീവ് ആണെങ്കിൽ അവർ വീട്ടിൽ വിടുകയുള്ളൂ, ടെസ്റ്റ് റിസൾട്ട് വരുന്ന 2 ദിവസം ഞാൻ ക്വാറന്റൈൻ പോയി കിടക്കണമെന്ന്. ഞാൻ പെട്ടല്ല, പോകാനും പറ്റൂല. എനിക്കാണെങ്കിൽ ലൂസ് മോഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പേടിയാണല്ലോ ആ സമയത്ത്, എന്നുവെച്ചാൽ നമുക്ക് ആ സമയത്ത് എവിടെയെങ്കിലും പോകാൻ പേടിയാണല്ലോ. ആരൊക്കെ ഇവിടെ തൊട്ടിട്ടുണ്ട്, ആരൊക്കെ ഇന്റർനാഷണൽ ട്രാവൽ ഉണ്ടെന്നുള്ളതൊന്നും അറിഞ്ഞിടല്ല. അപ്പം ഞാൻ വിചാരിച്ച് ക്വാറന്റൈൻ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ കേരള ഗവൺമെന്റിന്റെ ക്വാറന്റൈൻ അടിപൊളി പരിപാടിയാണെന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ആ ഒരു സാധനം അത് അശ്വിൻ ഭാസ്കർ നല്ലൊരു മ്യൂസിക് ചെയ്ത് അടിപൊളി പാട്ടായിട്ട് അന്നല്ലേ മറ്റേ പാലസജി, അതൊക്കെ ആദ്യത്തെ വേവാണ്. പാലസജി പിന്നെ വേറെ അന്ന് എന്തിട്ടാലും വൈറലാവണ ഒരു ടൈം ആയിരുന്നു. അപ്പം എനിക്ക് ക്വാറന്റൈൻ എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റൂം സംഭവമൊക്കെ ആണല്ലോ. ഇതാണെങ്കിൽ ഇവരൊരു ആംബുലൻസിൽ വാരിയെടുത്തിട്ട്, അതും ആംബുലൻസിലാണെങ്കിൽ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഒരു ഫ്രഞ്ച് ലേഡി ഉണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് ലേഡി ഈ ഫ്രഞ്ച് ലേഡിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരൊരു ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ട്രാൻസ്ലേറ്റർ ഇന്റർനാഷണൽ ട്രാവൽ ഇല്ല. അപ്പോൾ ട്രാൻസ്ലേറ്ററിന് അകത്ത് വരില്ല. ഫ്രഞ്ച് ലേഡി അകത്തുണ്ട്, അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ. അവരാണെങ്കിൽ കരച്ചില്ല. അവരാണെങ്കിൽ ആ ട്രാൻസ്ലേറ്ററിനെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പ്ലീസ് വരണം. പക്ഷെ ആ സെക്യൂരിറ്റി സമ്മതിക്കണില്ല, പറഞ്ഞ് ഇന്റർനാഷണൽ ട്രാവലുള്ള ആൾക്കാരെ അകത്ത് കയറ്റി വിടുകയുള്ളൂ എന്നുള്ള. അവർ ഫുൾ കരച്ചിൽ. ആ ഒരു വേറെ ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരുത്തനായിരുന്നു. ഇവരാണെങ്കിൽ ഫുൾ തകർന്നു പോയി. ഇവര് ഇന്ത്യ എന്തോ കറങ്ങി കാണാൻ വന്നതാണ്. ഇവര് സത്യം പെട്ടുപോയി അല്ലേ, എന്ത് പാവം. ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ. ഇവരുടെ ട്രാൻസ്ലേറ്റർ പുറത്തിങ്ങനെ. പിന്നെ വേറെ ഇറ്റലിയിൽ നിന്നൊരു ചെറുക്കനുണ്ട്. ആ ചെറുക്കന് ബോധമില്ല, വണ്ടിയുടെ അകത്ത് ബോധമില്ല. ആ ചെറുക്കൻ ബോധം കെട്ട് കിടക്കുകയാണ്. അവ എഴുന്നേറ്റ് അവന്റെ ചേട്ടന്റെ നമ്പറൊക്കെ തന്നു, അറിയിക്കണം എന്നുള്ള. കാരണം നമ്മളെല്ലാവരും സർപ്രൈസ്ഡ് ആയി, ഈ ഒരു ക്വാറന്റൈൻ കിടക്കണം എന്നുള്ളൊരു സാധനത്തിൽ സർപ്രൈസ്ഡ് ആയി. അങ്ങനെ ഞാൻ പോയി ഒരു ഗവൺമെന്റ് വാർഡിൽ ഒരു മെത്ത വിട്ടുള്ള ഗ്യാപ്പിലായിരുന്നു ക്വാറന്റൈൻ. അതായത് ഒരു വാർഡിൽ കിടക്കുകയാണ് എല്ലാവരും ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്. അപ്പം എന്റെ 5 സ്റ്റാർ മുറി അവിടെ ഇപ്പം കാശ് കൊടുക്കണമായിരുന്നു. കാശ് കൊടുക്കണ്ട. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ നഴ്സിന്റെ ട്രേയിൽ ഒരു QR കോഡ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്തെടുത്താലും കാശ് കൊടുക്കണം. അതും ലഞ്ചാണ് ഈ ചോറും പരിപ്പ് കറിയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നഴ്സുമാർ മലയാളികളല്ലോ. അവരും ഞാൻ മലയാളിയാണെന്ന്, നിനക്ക് എന്തിൻ്റെ കേടാണ്, നിനക്ക് കേരളത്തിൽ പോയി കിടന്നിരുന്നെങ്കിൽ 4 നേരത്തെ ഭക്ഷണവും സാധനമൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞു പെട്ടുപോയതാണ് ചേച്ചി, ഞാൻ പറഞ്ഞില്ല ഇവരിങ്ങനെ എന്നെ പിടിച്ചിടും എന്നുള്ളതൊക്കെ. അങ്ങനെ പക്ഷെ അന്ന് വൈകിട്ട് തന്നെ, അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് വൈകിട്ടാണ് മോദിജി വന്നിട്ട് അടുത്ത സെറ്റ് 21 ദിവസം കൂടെ എന്തോ പറയണത്.
അപ്പോൾ ആകെ സീനായി. ഞങ്ങൾ വൈകി ഇനി ഞാനാണ് ഈ വീക്കെൻഡ് കിടന്ന് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് വൈകിട്ട് റിസൾട്ട് പറഞ്ഞ എല്ലാവർക്കും നെഗറ്റീവ്. ആ ബോധം കെട്ട് കിടന്ന ചെറുക്കിന് നെഗറ്റീവ്. അപ്പൊ എനിക്ക് അതുമായിട്ട് ഞാൻ ഒരു കഥയുണ്ട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ എന്തോ ഒരു ഉടായ്പ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോവിഡിനെ പറ്റി കുറച്ചുകൂടെ കോഷ്യസ് ആയിരുന്നു. അതായത് ഞാനാണെങ്കിൽ പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ അത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കും, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഭയങ്കര കോഷ്യസ്. ആദ്യം ഞാനാണെങ്കിൽ ഈ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ തന്നെ എയർപോർട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ മാസ്ക് ഒക്കെ തുറന്നിട്ടുണ്ടൊക്കെയാണ് നടന്നത്. ഞാൻ ഇങ്ങനെ എന്ത് വന്നാലും പുല്ല് ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ ആ ഒരു സാധനം ട്രോമാറ്റിക് ആയിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വെറുതെ ഒരു വൃത്തികെട്ട കോൺഫിഡൻസ് വരും, ഇത് നമുക്ക് വരില്ല എന്നുള്ളൊരു സാധനമുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കര പേടിയുള്ള മനുഷ്യനാണ്. അല്ല, ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങലില്ല, ഒരു പണിയില്ല, വേറെ പ്രത്യേകിച്ച് പണിയില്ല. എനിക്ക് അതിന്റെ വേറെ ഇത് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പൊ കുറച്ചും കൂടി രസമായി. എന്താ വെച്ചാൽ കൂട്ടുകാർക്കൊക്കെ പണി പോയി ഒക്കെ ഉണ്ട്. വൈകുന്നേരം നമ്മുടെ ടെറസിന്റെ മുകളിലേക്ക് അതികൂടെ വരും. അവരും വേറെ കോണ്ടാക്റ്റും പരിപാടി ഒന്നും ഇല്ല ആരായിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോ ഇങ്ങനെ വരലുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു നീരുവീഴ്ച തുടങ്ങി. പനിയില്ല, നീരുവീഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ എനിക്ക് അതിന് ശേഷം ഇപ്പോഴും ആ സാധനം ഉണ്ട്. ചുമ, പെട്ടെന്ന് ചുമ വരാം, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി പോലെയുള്ള സാധനങ്ങൾ വരാം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു നീരുവീഴ്ച ഒരു 10 ദിവസത്തോളം ഇങ്ങനെ നീണ്ടു നിന്നു. ഞാൻ ടവല് പിഴിയണ പരിപാടി നിർത്തിയത് തോളത്തിട്ട് നടക്കുക. എന്നിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞടങ്ങണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം രാത്രി ആയപ്പോൾ ഒരു കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു പിടുത്തൊക്കെ ഉണ്ട്. അവളും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അത് ചീഞ്ഞതല്ലേ? വേണ്ട, ഞാൻ പറഞ്ഞൊരു സാധനം നീ ഇതുവരെ ചീച്ചു വിട്ടിട്ടുണ്ട്. എന്റെ ബോൺചോർ. അപ്പൊ എനിക്ക് നെഞ്ചത്തൊക്കെ ഒരു പിടുത്തം പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ആ റൂമിൽ കിടക്കുന്നതിന്റെ അപ്പുറത്ത് തന്നെയാണ് അമ്മ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കട്ടൻ കാപ്പി കിട്ടുമെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഒരു കട്ടൻ കാപ്പി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചു നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അമ്മയും വളരെ നോർമലായിട്ട് എടുക്കണേ. എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ചെറിയ എന്തൊരു നെഞ്ചത്തൊരു തടസ്സം പോലെയുള്ള ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. ഇത് ഞാൻ എടുത്ത് പറഞ്ഞു വെറുതെ. പിന്നെ ഞാൻ ആലോചിച്ചു തുടങ്ങി, ഇത് ശ്വാസം മുട്ട്, ഇത് കോവിഡിന്റെ ഒരു ലക്ഷണം. കഴിഞ്ഞ ഇത്ര ദിവസമായിട്ട് നീരുവീഴ്ചയുണ്ട്. ഉറപ്പിച്ച് ഈ സാധനം എനിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും സാധനം എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു അമ്മ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വെറുതെ ആശുപത്രി വരെ ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതും അമ്മ അങ്ങോട്ട് ആകെ പേടിച്ചു. അമ്മ വേഗം കിടന്നുറങ്ങണ ചേട്ടന്റെ മുറിയിൽ പോയിട്ട് എഴുന്നേക്ക് അവന് ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ തട്ടണത് എനിക്ക് ഓർമ്മയുണ്ട്. തട്ടിയിട്ട് ഇങ്ങടമ്മ ഞാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെ ഇങ്ങനെ കൈ കാണിക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ബോധം പോയി. ഞാൻ എഴുന്നേക്കുമ്പോ കാണും നല്ല ഉറക്ക. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ കാണുന്നത് ഞാൻ ആ ചുമരുമ്പോ ചേർന്നതിന് ഇരുന്നു പോയി. അപ്പൊ അമ്മ ഞാൻ വീഴപ്പോ പിടിച്ചു. എന്നിട്ട് ഈ ഷർട്ട് കീറി, എന്റെ ഒരു കുർത്തയായിരുന്നു, അതിങ്ങനെ കീറിയിട്ട് ഞാൻ. അപ്പൊ അമ്മ മുഖത്ത് ഈ വെള്ളമൊക്കെ ആക്കിയിട്ട് തുടയ്ക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്താ പറ്റി എന്തുണ്ടായിരുന്നു ചോദിച്ചാൽ അമ്മ എടുത്ത് നിന്റെ ബോധം പോയി എന്ന് പറഞ്ഞു. അതെ, എന്താ പറ്റിയോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ഇതൊക്കെ കണ്ട പകയ്ക്കും, ആള് പകച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു പനിക്ക് ബോധം കെട്ടിട്ടുള്ളത്. അപ്പൊ എന്റെ രണ്ടാമത്തെ ബോധം കെട്ടത് എന്നെ കണ്ടു ഇവരുടെ ബോധം പോവും. ഞാൻ ഇങ്ങനെ അത് പറയുന്നത് നീ ബോധം കെട്ട് കിടക്കണ ചത്തയിലും ദയനീയ അവസ്ഥയാണ്. വായി നാവൊക്കെ പുറത്തേക്കിട്ട് ഞാൻ കിടക്കുന്നു. എന്നിട്ട് ഇവര് മുഖമൊക്കെ തുടച്ച് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വേർത്ത് കിട്ടാം. പക്ഷെ ഈ ബോധം കെട്ടിട്ട് എഴുന്നേറ്റ് ഞാൻ റീബൂട്ട് ചെയ്ത പോലെ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്, ഒന്ന് വേർത്തുണ്ട്. ഞാൻ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നണെന്നാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും നെഞ്ചത്താ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, എന്തായാലും പോയേക്കാം. അപ്പൊ അവരും പറഞ്ഞു വേണ്ട ഇരിക്കണ്ട, അമല തൊട്ടപ്പുറത്താണല്ലോ, അമല ഹോസ്പിറ്റലിലേക്ക് വേഗം ചെല്ലുന്നു, എന്റെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നു. അപ്പൊ നേഴ്സുമാര് വന്ന് കറക്കുന്നു. അപ്പൊ ഞാൻ ഇതിപ്പോ കോവിഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അതിനിത് കോവിഡാന്ന് എന്റെ അടുത്ത് ആരാ നീരുവീഴ്ചയിട്ട് ശ്വാസം മുട്ടിട്ട് കോവിഡ് അല്ലേ? അല്ലാണ്ട് നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? നീരുവീഴ്ചയിട്ട് ശ്വാസം മുട്ടിട്ട് കോവിഡ് അല്ലേ എന്ന് ചോദിച്ചു. ആ റിസൾട്ട് ഇങ്ങോട്ട് വന്നോട്ടെ തീരുമാനിക്കാൻ. പിന്നെ ഞാൻ ഉള്ളിലേക്ക് ആ സ്ട്രക്ചറിൽ കിടന്ന് പോകുമ്പോ ഞാൻ ഇവിടെ ഇരിക്കില്ല, ഞാൻ മരിക്കാൻ, ഞാൻ മെനൊന്നും കാണില്ലായിരിക്കും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അവര് ടെസ്റ്റ് അതൊരു നോർമലാണ്, ടെസ്റ്റ് നെഗറ്റീവാണ്. അത് കഴിഞ്ഞപ്പോ ഒരു ഈസി. അപ്പൊ ഞാൻ തിരിച്ചു പോവാൻ അല്ല, എനിക്ക്
ഇത് നോർമലാന്ന് പറഞ്ഞപ്പോ എനിക്ക് അടുത്ത ടെൻഷനായി. കാര്യം നെഞ്ചത്തൊരു ബുദ്ധിമുട്ടിലാണല്ലോ ഞാൻ ബോധം കണ്ടേക്കണേ. നെഗറ്റീവാന്ന് കേട്ടപ്പോ എന്റെ അടുത്തത് അറ്റാക്കാന്നാ. അപ്പൊ ഞാൻ പ്രഷർ ഞാൻ മരിക്കും എന്തായാലും ഞാൻ തീരുമാനിച്ചറിഞ്ഞേക്കണേ. പ്രഷർ നോക്കിയപ്പോ ഞാൻ അങ്ങടെ ആകാംക്ഷയിൽ ചോദിക്കാം എത്രയാണ് പ്രഷർ. 120/80. അത് നോർമൽ. 120/80 തന്നെയല്ലേ നോർമൽ. പ്രഷറല്ലേ? അത് നോർമലാണ്. അപ്പൊ ECG സാധനം ഒന്നും പടപെടാതെ ഇതിലായിരിക്കും. അത് നോർമൽ. അതിന് നോർമൽ. അവരൊരു പ്രശ്നമില്ല. എനിക്ക് അസിഡിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഇവരൊരു ഇഞ്ചക്ഷൻ അടിച്ച് ഗ്യാസിനുള്ളത് ചെറിയ തോതിലൊരു ഗ്യാസ് പോയി. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം. അതായത് ഒരു വഴി വിട്ടാതിരുന്ന പ്രശ്നമായിട്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ പുറത്ത് വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അമ്മയും ചേട്ടനൊക്കെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് സത്യം എന്താ പ്രശ്നം. അപ്പൊ അങ്ങനെ ഇങ്ങനെ തല ചുറ്റി വീഴാനുള്ള പ്രശ്നം. അപ്പൊ ഡോക്ടർ വീട്ടുകാരോട് ചോദിച്ച കേസിൽ അമ്മയ്ക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. അദ്ദേഹത്തിന് വർക്ക് പ്രഷർ എന്തെങ്കിലും. അപ്പൊ അമ്മ വർക്കില്ലാത്തതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നിടത്ത് വല്ലതും പ്രഷർ ഉണ്ടോ? അതൊന്നും ആവില്ല. ഇഞ്ചക്ഷൻ എടുത്ത് വളി അവിടെ എല്ലാരും മാസ്ക് ജോൺ വിട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ഗ്യാസ് പിന്നീട് എനിക്ക് മനസ്സിലായി ഗ്യാസ് കയറി എനിക്ക് തലയിട്ടും. പക്ഷെ അതിങ്ങനെ ബോധം കിടന്ന ഗ്യാസ് സംഭവം ജോണിനെ കുറിച്ച് ടെൻഷനും കൂടി ഉണ്ട്. ഞാൻ എന്റെ തന്നെ റിസർച്ചിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച കാര്യം. അതായത് ഇതിന് മുമ്പത്തെ പ്രാവശ്യം തലയിട്ട് കഴിഞ്ഞാന്ന് വെച്ചാൽ പനി വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ഒന്നും ഭക്ഷണം കഴിക്കണില്ല. പിറ്റേ ദിവസം എനിക്ക് കഴിക്കാൻ തോന്നില്ല. പിറ്റേ ദിവസം എന്നെ നിർബന്ധിച്ച് അമ്മ ഒരു സ്പൂൺ കഞ്ഞി വായിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയി. പിന്നെ എന്നിട്ടിപ്പോ വീണ്ടും പറഞ്ഞ പോലെ ഫ്രഷായി വേർത്തു എന്റെ ബോധം വന്നു. മറ്റേ ഗെയിം ഒക്കെ പോലെ അങ്ങനെ. അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ആ നീരുവീഴ്ചയുടെ പ്രശ്നം, പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജി വന്നു. പിന്നെ കുറെ നാൾ ഈ ഡസ്റ്റ് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇൻഹേലർ യൂസ് ചെയ്തു കഷ്ടിച്ച് 1-2 മാസം. കോവിഡ് വന്ന എപ്പോഴേലും എനിക്ക് ഒരൊറ്റ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിരുന്നില്ല. ഇത് വന്നു പോയിണ്ടാവും, അറിയണ്ടാവില്ല. ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ത്രോട്ട് പിന്നെ മുഖരം, ആദ്യം മൂക്ക് പിന്നെ ത്രോട്ടായിരുന്നു. അല്ല, മൂക്കിന്ന് കിട്ടിയ മൂക്കിന്ന് എടുക്കും, അല്ലെങ്കിൽ ഇല്ല രണ്ടും എടുക്കും. രണ്ടും എടുക്കായിരുന്നു. UK ആയിരുന്നു അല്ലേ? മൂക്കും തൊട്ടും എന്റെ മൂക്കിന്ന് മാത്രം എടുത്തു. ഇങ്ങനെ കുത്തട ഈ സാധനം നമ്മുടെ മൂക്ക് ഇവിടെ അല്ല, ഇത് ഇവിടെ എന്റെ മൂക്ക് ഇവിടെ. എന്റെ മൂക്കിൽ അത് വളഞ്ഞൊക്കെ കയറ്റണമല്ലേ? സെപ്റ്റം വളർത്തിരിക്കുന്നു. എന്റെ മൂക്കിലിട്ടാ പിന്നെ ഇറങ്ങൂല, ലോക്കായി സാധനമൊക്കെ ആയിട്ട് തിരിച്ചു വരുമല്ലേ. മഹാദേവന്റെ കഥകൾ പറയും. ഇല്ല, എനിക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് കൊറോണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊരു ഒരാഴ്ചത്തേക്ക് സ്മെല്ലും ടേസ്റ്റും ഒക്കെ പോയായിരുന്നു. അത് നീരുവീഴ്ച, സാധാ നീരുവീഴ്ചക്ക് പ്രശ്നമുള്ളതാടാ. അന്ന് ഞാൻ പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഷെഡ്യൂളിലായിരുന്നു. ഞാൻ ആരോടും മിണ്ടിയില്ല. പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് എന്നുവെച്ചാ ആണെങ്കിൽ ഷൂട്ടിനായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യത്തെ ഷെഡ്യൂള് ബമ്പർച്ചിരിയിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോവാത്ത കാരണം എനിക്ക് കോവിഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ബമ്പർച്ചിരിയില് ആ സമയത്ത് ഷൂട്ട് പെർമിഷൻ. ഇതൊക്കെ സെക്കൻഡ് വേവ് ആണ് കേട്ടോ. ഇത് 2020 ചേട്ടൻ ഭയങ്കര മറ്റേ പീക്കില് ലോക്ക്ഡൌൺ പ്രശ്നം നിൽക്കുമ്പോഴല്ലേ ലോക്ക്ഡൌണിൽ ഞാൻ ഷൂട്ടിന് പോയിട്ടുണ്ട്. ഓഹോ, അത് ഈ മറ്റേ സത്യവാങ്ക എഴുതി അത് ഭയങ്കര ഒരു ഉടായ്പ പരിപാടിയായിരുന്നല്ലേ. ഞാൻ എല്ലാ ദിവസവും പുറത്തിറങ്ങുമായിരുന്നു. എന്തിനാണെന്ന് പറയാനുള്ള, പക്ഷെ സത്യവാങ്മൂലം എഴുതും വീട്ടില്. മറ്റേ പത്രം വായിക്കുമല്ലോ ഡെയിലി, അതുകൊണ്ട് അറിയാം എന്തിനൊക്കെ പുറത്തു പോകാന്നുള്ളത്. കട്ട് ചെയ്ത് കളയാ, വലിക്കാനല്ലേ പോകുന്നത്. അത് പറഞ്ഞു അതിപ്പോ നമ്മുടെ ആൾക്കാരല്ലേ നമ്മൾ തന്നെ എഴുതുന്ന ഒരു സത്യവാങ്മൂലം അല്ലേ? അല്ലല്ല, ശരിക്കും നമുക്ക് സത്യവാങ്മൂലം നമ്മൾ തന്നെ എഴുതിയാൽ, അതായത് നമ്മൾ ഇന്ന കാരണം കൊണ്ട്, അതായത് അന്ന് എനിക്ക് ഒന്ന് വീട്ടിലോട്ട് അവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങാം. പിന്നെ ഇതുപോലെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് സാധനങ്ങൾ മേടിക്കാനും അത്യാവശ്യം എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോർ മരുന്ന് മേടിക്കാനും ആവശ്യ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തിറങ്ങാം ഒരാൾക്ക്. അപ്പോൾ അത് നമ്മളാണെന്നുള്ളതല്ലാതെ നമ്മൾ ഇന്നടത്താണ് പോകണം, നമ്മൾ ഇന്ന സമയത്ത് തിരിച്ച് ഇപ്പോഴിറങ്ങി ഇന്ന സമയത്ത് കയറിക്കോളും എന്നുള്ളൊരു സാധനം എഴുതിക്കൊണ്ട് പോയാൽ നമ്മൾ തന്നെ ഒപ്പിട്ടൊരു സത്യവാങ്മൂലം കൈപ്പിടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആ പഞ്ചായത്തിനകത്ത് എന്തോ കറങ്ങാമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ സത്യവാങ്മൂലം എഴുതിക്കൊണ്ട് ആദ്യത്തെ ദിവസം പോയി ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഈ പിടിച്ചാലും അപ്പോൾ ഞാനിങ്ങനെ ഇത് പറഞ്ഞ പ്രശ്നമാണ്. ഞാനിങ്ങനെ കയ്യിലൊരു ഞാനിങ്ങനെ ATM പോയാലാണ് അത്യാവശ്യം ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ പൈസ എടുക്കാൻ വേണ്ടി ATM പോകണമെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം എഴുതിയിട്ട് ATM കാർഡ് എടുത്ത് പോക്കറ്റ് ഇട്ട് ഇതിനകത്ത് 10 പൈസ ഇല്ല. എന്നിട്ട് ഇതുകൊണ്ടാണ് പോണത്. പിടിച്ചു സത്യവാങ്മൂലം കാണിക്കുക, ATM കാർഡും കാണിക്കാമല്ലോ. ആദ്യത്തെ ദിവസം പോയി ആരും പിടിച്ചില്ല. പിന്നെ കോൺഫിഡൻസ് ആയി. രണ്ടാമത്തെ ദിവസം സത്യവാങ്മൂലം എഴുതി പോകും. രണ്ടാമത്തെ ദിവസം പിടിച്ചില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ ഇത് എഴുതി
അപ്പോഴത്തേക്കും പിന്നെയും ടാസ്ക് കൂടി വരുന്നുണ്ട്. ഈ ഇറങ്ങുന്നതിനും റെസ്ട്രിക്ഷൻ വന്നു തുടങ്ങി. അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഒറ്റ ഒരാൾ ഭയങ്കര അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇറങ്ങുള്ളൂ, അതും പരമാവധി ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 3-ാമത്തെ ദിവസം പോയി ഞാനങ്ങോട്ട് സൈക്കിളിലാണ് പോകുന്നത്. അത് അന്ന് വണ്ടിയൊന്നുമില്ല. അപ്പം സൈക്കിൾ ഇങ്ങോട്ട് ഇറങ്ങി റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നേരം ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇങ്ങനെ വീടിൻ്റെ വാതൊക്കെ റോഡിൽ കൂടി ഇങ്ങനെ പോയി. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ പോലീസ് ജീപ്പൊക്കെ കണ്ട് അപ്പം തന്നെ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുമല്ലോ. വെറുതെ എക്സസൈസ് വീട്ടിൽ നിന്ന് റോഡ് വരെ നമ്മുടെ തന്നെ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈക്കിളിലോട്ടാണ് എന്തെങ്കിലുമൊക്കെ അടിയാമല്ലോ. പക്ഷേ ജീപ്പല്ലായിരുന്നുകൊണ്ട് ഞാൻ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ സ്വിഫ്റ്റ് അപ്പുറത്തോട്ട് പോയി നിർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നിന്നു എന്നുള്ളത്. കുറച്ച് അപ്പം ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, സ്വിഫ്റ്റ് കിടക്കുന്ന ഡയറക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ബുദ്ധിപരമായിട്ട് ഇപ്പുറത്തോട്ട് പോകാൻ ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ സ്വിഫ്റ്റ് റിവേഴ്സ് എടുത്ത് വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചുമല ബോർഡ് സെക്ടോറൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ, ഒരു പോലീസുകാരനുണ്ട് ഫ്രണ്ടിൽ, മജിസ്ട്രേറ്റ് ബാക്കിലുണ്ട്, വേറൊരു പോലീസുകാരുടെ ഡ്രൈവറിനുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധനം മേടിക്കാൻ പോകാമെന്ന്. സത്യവാങ്മൂലമുണ്ട് പറഞ്ഞുണ്ട്. സാർ സത്യവാങ്മൂലമുണ്ട്. സത്യവാങ്മൂലം എടുത്തു. അല്ലല്ല, ഞാൻ അന്ന് സത്യവാങ്മൂലം ഇല്ലായിരുന്നു. ഞാൻ 2 ദിവസം എഴുതിയല്ലോ. ഞാൻ ഓർത്തപ്പോൾ ഇത് പിടിക്കണമൊന്നുമില്ല കോൺഫിഡൻസ് കൂടി. അന്ന് സത്യവാങ്മൂലം ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യവാങ്മൂലം, ഞാൻ പറഞ്ഞു ഇവിടെ ATM വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, കാർഡുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാർഡ് എടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മറ്റേ സിഗരറ്റ് മേടിക്കാനുള്ള പൈസ അപ്പം ചോദിച്ചു ATM പോകണം. അപ്പോൾ പൈസ അപ്പം ഞാൻ പറഞ്ഞു ATM എങ്ങാനും ഇനി റീഫില്ലിങ് നടന്നിട്ടില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യ സാധനം മേടിക്കാനുള്ള വീട്ടിൽ ഇരുന്ന പൈസ കൈവച്ച് അവിടെ തടിച്ച്. അവിടത്തേക്ക് ഉടനെ പറഞ്ഞു സത്യവാങ്മൂലം എഴുതിയിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഡെയിലി പത്രം വായിക്കല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെ ഞാൻ ഇന്ന് വായിച്ചപ്പോൾ ഞാൻ പഞ്ചായത്തിന് പുറത്തു പോകാൻ വേണ്ടിയാണ് സത്യവാങ്മൂലം എന്നൊരു ചെറിയ കൺഫ്യൂഷൻ അടിച്ചത്. അല്ല അപ്പം പുള്ളി എനിക്കിങ്ങനെ നിയമമൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെയാണ് സാർ വീട്, ഞാൻ ഇപ്പം തന്നെ എഴുതിക്കൊണ്ട് അന്നപ്പോൾ എഴുതി പോയിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വിട്ടു. എന്നിട്ട് ഞാൻ പോയി അന്നാന്ന് തോന്നുന്നു കേട്ടോ ആദ്യമായിട്ട് സത്യവാങ്മൂലം എഴുതുന്നത്. അങ്ങനെ പോയി എഴുതി. അപ്പം തിരിച്ച് പിന്നെ പോയല്ലോ. പിന്നെ എല്ലാ ദിവസവും ഈ സത്യവാങ്മൂലം എഴുതി ഇതേ ഫോർമാറ്റ്. എന്നിട്ട് പുറത്തു പോകും. അങ്ങനെ ഞാനാണെങ്കിൽ വേണ്ട വെറുതെ ദുശീലങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്. പറഞ്ഞോടാ. അന്നാണ് ആ സമയത്ത് ഈ പറഞ്ഞല്ലോ ആ പറഞ്ഞോടൊക്കെ ചതി ഒടിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് പറഞ്ഞ ടൊബാക്കോയുടെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞ് കടകളിൽ വരില്ലായിരുന്നു. അപ്പം സിഗരറ്റും സാധനങ്ങളൊക്കെ ഇരിക്കണ സ്റ്റോക്കേ ഉള്ളൂ, പുതിയത് വരില്ല. ഞാനാണെങ്കിൽ ഒരു 2-3 ദിവസത്തിനകത്ത് ഫിഗർ ഔട്ട് ചെയ്ത്, അതായത് ഓരോരോ കടകളിൽ കുറഞ്ഞ് വരണം. അപ്പം ഞാൻ എൻ്റെ ഉള്ള പൈസയ്ക്ക് മൊത്തം സിഗരറ്റ് മേടിച്ച് വെച്ച്, ഞാൻ ഒരു 10-15 പാക്കറ്റ് എന്തോ മേടിച്ച് വെച്ച്. അപ്പോൾ ബാക്കി ആൾക്കാർക്ക് ആർക്കും മേടിക്കാൻ കിട്ടില്ല. ഞാൻ എല്ലാ കടയും ഞാൻ ഇവിടുന്ന് പോയി 5 പാക്കറ്റ് അവിടുത്തെ തീർന്നു. എന്നിട്ട് അടുത്ത കടയിൽ ഇപ്പോൾ അവിടുത്തെ ഉള്ള ഫുള്ള് മേടിക്കും. അങ്ങനെ ഞാൻ ഒരു 3-4 കടയിൽ സാധനമൊക്കെ മേടിച്ച് വെച്ചേക്കായിരുന്നു. എന്നിട്ട് ഈ ടൊബാക്കോ ഫുള്ള് തീർന്നില്ല. അപ്പം അച്ഛൻ മൂക്കിപ്പൊടി മേടിക്കും. അപ്പം മൂക്കിപ്പൊടിയും കിട്ടാതായി. എന്നിട്ട് അവസാനം അച്ഛന് ഭയങ്കര പ്രഷർ. അപ്പോൾ അവസാനം അച്ഛനാണെങ്കിൽ പിന്നെ ഒരു ഇൻഹേലർ മേടിച്ച് ഇൻഹേലർ മണപ്പിച്ചുകൊണ്ട് കിടക്കും. അവസാനം പിന്നെ സിഗരറ്റ് എടുത്ത് തീർന്നു. അപ്പോൾ പ്രദേശത്തൊന്നും ഇല്ല. അവസാനം പിന്നെ ഞാൻ ഓർത്ത് പിന്നെ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കുകയാണ്. അപ്പോൾ മറ്റേ കുരുമുളക് ചവച്ച് നിക്കോടെക്സ് പോലും മേടിക്കാൻ പറ്റൂല. നിക്കോടെക്സും ഒക്കെ തീർന്നു തന്നു പ്രദേശത്തെ. അവസാനം ഞാൻ പിന്നെ കുരുമുളക് ചവച്ച് കഴിഞ്ഞാൽ ഈ സാധനം സിഗരറ്റ് വലിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം പോക്കറ്റ് കുരുമുളക് അഡിക്റ്റ് ആയി. അതിന്റെ സെറ്റിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ തന്നെ ആയിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അഡിക്ഷൻ ഉള്ള ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കല്ലേ. നീ എന്ന് ഞാനില്ല. നമ്മള് പൈനാപ്പിൾ ഇട്ട് വൈനൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അല്ലാതെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. സത്യമാണ്, നമ്മളൊരു സാധനം അടിച്ചു കഴിഞ്ഞ് ആയോ. ആ സമയത്ത് ഒരു ബെവ്ക്യൂ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ വന്നു. ഞാൻ അതിനെ പറ്റിയിട്ടൊരു സ്കെച്ച് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഓടി. ഞാൻ ശബരിയുടെ ചാനലിലിട്ടുണ്ടായിരുന്നു. അന്ന് ജോൺ എന്ത് ചെയ്തായിരുന്നെങ്കിലും ഓടുമായിരുന്നല്ലോ. ഇല്ല അന്നും ബമ്പർച്ചിരി ഒന്നും വന്നിട്ടില്ല. അല്ല, ജോണിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബമ്പർച്ചിരി ഹിറ്റ് ആയപ്പം ജോണിന്റെ പഴയ വീഡിയോകളെല്ലാം കുറെ ഓടാൻ തുടങ്ങി. ഇല്ല, ഇത് അതിന് മുമ്പ് ഇറങ്ങിയതാ. ഇത് ശബരിയുടെ ഒരു ചാനലില് ഞാൻ അതിന് മുമ്പ് ഞാനും അവനും കൂടി കൃഷ്ണനും ക്രിസ്തു എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കോളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ആ സമയത്ത് ഞാനും അവനും ഷോസ് ഒക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഫുൾ അടച്ചുല്ലോ, ലോക്ക്ഡൌൺ വന്നല്ലോ. അതിന് ശേഷം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അതായത് ഞങ്ങള് വീഡിയോ കോളിൽ ഇരുന്നിട്ട് ഈ കൃഷ്ണനും ക്രിസ്തു നല്ല സാധനമായിരുന്നു. പിന്നെ ബെവ്ക്യൂന്റെ ഒരു സാധനം, ആ ആപ്പിന് അന്ന് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അന്ന് കുഴപ്പമില്ലാണ്ട് ഓടി. നമ്മുടെ സർക്കിളിന്റെ പുറത്തേക്കൊക്കെ ഓടുക എന്ന് പറയുന്നത് അന്ന് 1000 വ്യൂ 2000 വ്യൂ ഒക്കെ വലിയ സംഭവമാണ്.
എന്നെ സംബന്ധിച്ച് ഇന്നും നടക്കുന്നത് ഇന്ന് പിന്നീടാണ് അങ്ങനെ എത്തിയത്. ഞാൻ വലിയൊരു പീക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിയത്. ജീവിതം ഒരു ഗോളമാണ്. അതെ, ആ ഗോളത്തിലൂടെ കടന്ന് അതെ വട്ടത്തിൽ പൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതില് ആ സാധനം ചെയ്തു. ആ ബെവ്ക്യൂന്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ടോക്കൺ നമ്പർ പോലെ എന്തൊക്കെയോ തന്ന് ആ സമയത്ത് പിന്നെ അതൊക്കെ സത്യവാങ്മൂലം എഴുതി വെച്ച് അങ്ങനെ എന്തൊക്കെയാണ് ഈ സാധനം മേടിക്കാൻ പോണ സമയത്ത്. പിന്നെ ഞാൻ എന്റെ ചാനലിലേക്ക് വരാല്ലേ, അത് കഴിഞ്ഞിട്ട് വേണ്ട മധ്യത്തിലോട്ട് വന്നാൽ മതി. എൻ്റെ ഏറ്റവും മോശം വെള്ളവാടി പീരീഡ് കോവിഡിന്റെ സമയത്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ നമ്മൾ മധുലോകയിലോട്ടുള്ള ട്രിപ്പ്, അവിടുത്തെ ടാസ്മാക് അല്ലെങ്കിൽ ബെഫ്കോ ട്രിപ്പ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 4-5 കുപ്പി മേടിച്ച് വെക്കും. എനിക്കാണെങ്കിൽ അടിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഈ 2-3 തീർത്തു ഓഫായി ഭയങ്കര അലമ്പായിരുന്നു. എനിക്ക് ആ ഒരു സമയമായിരുന്നു ഏറ്റവും മോശപ്പെട്ട ശീലങ്ങളും ബാക്കിയുള്ള ശീലങ്ങളെല്ലാം വളരെ മോശം. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാനിത് പത്രത്തിലൊക്കെ ആൾക്കാർ സാനിറ്റൈസർ എടുത്ത് കുടിക്കണു. പിന്നെ ആയുർവേദ കടകൾ, മെഡിക്കൽ സ്റ്റോർ പോലെ തന്നെ ആയുർവേദ അത് അവിടുന്ന് അരിഷ്ടം മേടിച്ച് കുടിക്കുക. ഈ സാധനം കാണുമ്പോഴത്തേക്ക് ഞാൻ ഇതിലെ പത്രത്തിൽ ഇവർക്ക് എന്തിന്റെ പാടൊക്കെ. അപ്പൊ ഞാൻ പോക്കറ്റിൽ നിന്ന് എല്ലാവർക്കും അഡിക്ഷനാ ആ സീന. നമ്മളുടെ ഒരു ഈ പറഞ്ഞ ചില വാർഡ് ഇതുപോലെ തന്നെ എന്തോ പറയും മറ്റേ എന്തായിരുന്നു അറിയോ ഇങ്ങനെ ഞാൻ ആമസോണാണ് പ്രതീക്ഷിച്ചത്. കണ്ടെയ്ൻമെന്റ് സോൺ വെക്കൂലോ. അപ്പൊ ഒരു വാർഡിനൊക്കെ വെക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ വാർഡിൽ കണ്ടെയ്ൻമെന്റ് സോണാ. അപ്പൊ അവിടുത്തെ ഒരു കട അപ്പൊ തുറക്കൂല. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒന്ന്, കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, ഫുൾ റെസ്ട്രിക്ഷൻ ആണല്ലോ. അപ്പം അന്ന് ഇതുവരെ സാധനം സിഗരറ്റ് മേടിക്കാൻ പോകണമെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്ത് പോകണം, അപ്പുറത്തെ വാടി പോകണം. അപ്പൊ ഞാൻ ഇതുപോലെ ഞാൻ എനിക്കറിയാം ഇതിന്റെ എല്ലാ ബോർഡേഴ്സിലും പോലീസുകാരും ഉണ്ട്. അതായത് ക്രോസ് ചെയ്യാൻ സംഭവിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഇതിൽ വീക്കായിട്ടുള്ളൊരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ഡയറക്ഷനിൽ അങ്ങോട്ട് പോയി. അപ്പോൾ അന്ന് ഒരു പാലം ഉണ്ട്, മറ്റേ അരൂരും ആലപ്പുഴ എറണാകുളം പോലെ അരൂര് പാലം പോലെ ഒരു ചെറിയ പാലം, അതിനപ്പുറത്ത് മറ്റേ വാടാ, നമ്മുടെ വാർഡ് 5 മറ്റേ 4 തോന്നുന്നുണ്ട്. അപ്പം ഈ പാലം എനിക്കിങ്ങനെ ഇത് എവിടെ എനിക്കും അറിയത്തില്ല ഈ ബോർഡർ എവിടെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ സ്ട്രെയിറ്റ് റോഡ് കണ്ട് ദൂരെ എവിടെയെങ്കിലും ജീപ്പ് കണ്ട് അപ്പം തന്നെ തിരിച്ചു പോകാൻ നമ്മളാണ്. എനിക്ക് പോയി വെറുതെ സൈക്കിളല്ല. അപ്പം സൈക്കിൾ ഇതുപോലെ ചവിട്ടി പൊക്കോട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പാലം. അപ്പോൾ പാലം വിഷൻ കിട്ടൂല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ പാലം ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അപ്പുറത്ത് പോലീസാണ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. പക്ഷെ ഇത് മേടിക്കണമെന്നുള്ള അതിയായ ഇതുള്ളത് കൊണ്ട് അവസാനം രണ്ടും കൽപ്പിച്ച് പാലം ഇങ്ങനെ ചവിട്ടി മേലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുള്ള് കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ ഒരു ഇതൊക്കെ അടിച്ച് വെച്ചേക്കുക. അപ്പുറത്തൊരു പോലീസുകാരന് ടെമ്പററി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മേളിൽ കയറുമ്പോൾ പുള്ളി ഫോൺ വിളിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി നിൽക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു വലിയ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞാൽ പിടിക്കൂല്ലോ. അപ്പം ഞാൻ പതുക്കെ സൈക്കിൾ ചവിട്ടൽ നിർത്തി, പാലം കയറി ഫ്ലാറ്റായല്ലോ. എന്നിട്ട് ആ ഉള്ള സ്പീഡിൽ ഇറക്കം വരെ എത്തി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചവിട്ടാതെ അടങ്ങിയിരുന്നു. അപ്പോൾ പുള്ളി ഫോൺ വിളിച്ച് അപ്പുറത്തോട്ടേക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ സൈലൻ്റ് ആയിട്ട് അപ്പുറത്തോട്ട് പോയി. എന്നിട്ട് അവിടെ പോയി സാധനം മേടിച്ചു. എല്ലാം മേടിച്ചിട്ട് ഇനി തിരിച്ചു പോകണമല്ലോ ടാസ്ക്. വേറെ ഒറ്റ വഴിയില്ല, ഈ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവസാനം ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ ഫോൺ വിളിച്ചോണ്ട് പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട്, അപ്പോൾ എന്നെ ദൂരെ നിന്ന് പുള്ളി കണ്ട് ഞാൻ ഇങ്ങോട്ട്. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ നോർമൽ ഒരു വാർഡിൽ നിന്ന് കണ്ടെയ്ൻമെന്റ് സോണിലോട്ട് എടുത്ത പേര് ഞാൻ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഇപ്പുറത്തോട്ടാണ് പോയേക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് സൈക്കിളിലൊക്കെ ആണല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഏതോ ഒരു പാവം പിടിച്ചൊരു ചെറുക്കൻ ആ സാധനമാണ്. നമ്മളങ്ങനെ ഭയങ്കര നിഷ്കളങ്കം പരിപാടി പിടിച്ച് ഡ്രസ്സിങ്ങും മൊത്തത്തിൽ ഒരു അപ്പാവി സാധനത്തിലിങ്ങനെ പോകണം. അപ്പം അതൊക്കെ എന്നെ പിടിക്കൂല എന്നുള്ള എൻ്റെ കോൺഫിഡൻസ് അതൊക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ എന്നെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഓർത്ത് പിടിക്കരുതല്ലോ, നിന്നാൽ പോയി സംസാരിക്കേണ്ടി വന്നാൽ പോയി. അപ്പം ഞാൻ ഇങ്ങനെ അപ്പം ചെറിയൊരു മഴക്കാറ് വരുന്നുണ്ട്. അപ്പം ഉള്ള ബുദ്ധിയൊക്കെ എടുക്കും. അപ്പോൾ ചെറിയ മഴക്കാറ് വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പുട്ടൻ അഭിനയം പുള്ളിക്കാരൻ എന്നെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മാറ്റി നോക്കണു മഴക്കാറ് മഴ വീണതിന് മുന്നേ വീട്ടിൽ ചെല്ലണം. ആ സാധനമാണ് ഇത്ര ഈ ഓവർ ആക്ടിങ് കണ്ടപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ ഇങ്ങോട്ടും വിളിച്ച് അവിടെ കൊണ്ട്
ഞാൻ ഇങ്ങനെ പോണം ആ സാധനം ഇട്ട് നിർത്താതെ പോയാലും കുഴപ്പമില്ലല്ലോ. പിന്നെ സൈക്കിളിൽ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ലല്ലോ. എന്നാലും ഇല്ല അവിടുന്ന് ഒരു എന്റെ വീട്ടിലോട്ട് 1 കിലോമീറ്റർ പിന്നെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവര് വിളിച്ചു പറഞ്ഞ പോലും അപ്പുറത്തെ പോയിന്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണം എന്നെ ജംഗ്ഷനിലിട്ട് പിടിക്കാൻ. എന്തായാലും എന്തെങ്കിലും വള്ളി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലേ വല്ലം വെച്ച് എങ്ങാനും പിടിച്ചാൽ പോയില്ലേ. അപ്പം അടി നേരത്തെ കൊടുത്ത പ്രോത്സാഹനം അടിച്ചു. എന്നിട്ട് അവസാനം പുള്ളിനെ പിടിച്ചിട്ട് ചോദിച്ച് നീ ഇത് എങ്ങോട്ട് ഈ വലിച്ചു വിട്ട് കണ്ടെയ്ൻമെന്റ് സോണിലോട്ട് ഇടിച്ച് കയറി പോണേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വീട്ടിൽ പോവാണ് സാറെന്ന്. അപ്പോൾ പുള്ളി ചോദിച്ചത് നിന്റെ വീടാ, അപ്പം നീ അങ്ങനെ ഇങ്ങോട്ട് വന്ന്? അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ. അപ്പോൾ പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നസെൻസ് ആണ്. ഞാൻ സാറ് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പുറത്തോട്ട് നോക്കിയിട്ട്. അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു ഓഹോ അപ്പം നീ ഞാൻ കാണാതെ നല്ല എനിക്കതങ്ങനെ പ്രശ്നമാണെന്ന് അറിയത്. ഇത് കണ്ടെയ്ൻമെന്റ് സോണായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നീ എവിടെ പോയതാ? ഞാൻ പറഞ്ഞു സാധനം മേടിക്കാൻ പോയതാ. അപ്പം എൻ്റെ ഒന്നും ഇല്ലല്ലോ. അങ്ങ് നീ എന്ത് സാധനം മേടിക്കാനാ? അപ്പം എനിക്ക് പേടിയായി, പോക്കറ്റ് തപ്പിക്കാൻ ഞാൻ സിഗരറ്റ് കാണുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അവന് സിഗരറ്റ് മേടിക്കാൻ പോയതാ. അച്ഛനെന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ മരിക്കുമല്ലോ വിളിച്ചെക്കാനും ചോദിച്ചാൽ. അമ്മാവനില്ല വീട്ടിൽ, അമ്മാവന് സിഗരറ്റ് മേടിക്കാൻ പോയതാണ് സാറെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മാവന് സിഗരറ്റ് ഈ കൊറോണയിലാണ് നിൻ്റെ അമ്മാവൻ്റെ സിഗരറ്റ്. പുള്ളിയോട് പറഞ്ഞു എന്നെ കൊറോണയിലല്ല നിൻ്റെ അമ്മാവൻ്റെ സിഗരറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാണ് സാർ, കേൾക്കത്തില്ല. പിന്നെ പ്രായമുള്ള മനുഷ്യനാണല്ലോ പുള്ളി, പുറത്തിറങ്ങണ്ടെന്ന് ഓർത്ത് ഞാൻ മേടിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞതാ, സൈ ഇട്ടിട്ടാണെന്നൊക്കെ. പുള്ളി നോക്കും ഓക്കെ ഉത്തരവാദിത്തമുള്ള നല്ലൊരു പയ്യൻ, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പയ്യൻ. അപ്പോൾ പുള്ളി പറഞ്ഞു നിന്റെ അമ്മാവനോട് പറഞ്ഞു ഇന്ന് ഈ ഒരു പാക്കറ്റ് വലി നിർത്തിക്കോളാൻ. ഇല്ല അമ്മാവന് നീ എല്ലാം കിടക്കും ചത്തുമല്ലെന്ന്. ഞാൻ പറയാം സാർ, ഞാൻ പറയാം പറഞ്ഞോ കേൾക്കുമെന്ന് അറിയത്തില്ല, ഓരോ പ്രായം പെട്ടെന്ന് കിട്ടാണെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനത്തെ കുറെ നമ്പേഴ്സ് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് പേടിക്കാനോ ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു പ്ലേ ആ സമയത്ത് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു തൃശ്ശൂര്, 12 Angry Men. അത് മുടങ്ങിപ്പോയത് കോവിഡിന്റെ ബാക്കി. ഓ സത്യം പറഞ്ഞാൽ അത് നടന്ന് ജോൺജോ ഒരു ചിലപ്പോ സിനിമ കയറിയല്ലേ? ഇല്ല അന്ന് ഇല്ല കേറില്ല. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കോൺഫിഡൻസ് ഒട്ടുമില്ല. ഇല്ല അല്ല അത് എന്റെ കോൺഫിഡൻസ് അല്ലേ. കോവിഡിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ ജോൺജോ. എന്നിട്ട് സിനിമ കയറിയില്ലല്ലോ അല്ലേ? എത്ര സിനിമകളിൽ അഭിനയിച്ചു? അല്ലല്ലേ ഞാൻ കോവിഡിന് ശേഷം ജോൺജോയും കോവിഡ് പോലെ ഇത് വന്നോ പോയോ എന്ന് അറിയത്തില്ല സിനിമ കാണുമ്പോൾ. അതെ പലർക്കും അറിയില്ല ഞാൻ ഇൻഫെക്റ്റഡ് ആണോ സിനിമയിൽ. അല്ല പക്ഷെ ഞാൻ ഈ സംഭവത്തിലേക്ക് വന്നത് ഭയങ്കര ഈ കോവിഡ് കാരണമാണല്ലോ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ശബരിയും ഈ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോക്ക്ഡൗൺ മാറിയിട്ട് നമുക്ക് ചെയ്യണ പരിപാടിയൊന്നും നടക്കില്ല, ചെയ്തു തുടങ്ങിയാലോ എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനില്ലാന്ന് പറഞ്ഞു കോവിഡിൻ്റെ. അപ്പോൾ ആ സമയത്ത് ആദിർജോ എങ്ങോട്ട് ഒരൊറ്റ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്ത് ആള് തിരിച്ചെടുത്തു തോന്നുന്നു, ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആദിറില്ലേ ഒരു വീഡിയോ ഒരെണ്ണം കണ്ട് ചെയ്ത ആള് പുള്ളി സ്റ്റാൻഡപ്പ് ചെയ്യുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ആള് അത് വെച്ചില്ല തോന്നുന്നു, അത് ചാനലിൽ നിന്ന് പിന്നെ തപ്പിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വൈകിക്കണ്ട, ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് ജോമാനെ വിളിക്കുന്നു. എൻ്റെ ആ ആദ്യത്തെ വീഡിയോ ഒരൊറ്റ ടേക്കാ 7 മിനിറ്റിന്റെ, വേറെ കട്ടൊന്നുമില്ല. ഒറ്റടിക്ക് പടപടപടപട എന്ന് പറഞ്ഞ് തീർത്ത്. അതിലെനിക്ക് പറയണേലൊന്നും വലിയ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഹോളിലിരുന്നിട്ട് അന്ന് ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നു, നല്ല ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും പറയും. അവർ പുതിയതായിട്ടൊരു സാധനം കാണല്ലേ, ഞാൻ അവർ തന്നെ വിളിച്ച് വീട്ടിൽ ഇരുത്തിയിട്ട് ഹോളിൽ ക്യാമറ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ അപ്പനുണ്ട്, അടുക്കളയിൽ അമ്മയുണ്ട്, ഇവർക്കൊന്നും അറിയണില്ല ഇതെന്ത് ഇവന് പറ്റിയെന്നുള്ളൊരു ലൈനല്ലേ. സാധനം വേഗം എഡിറ്റ് ചെയ്ത് ആദ്യത്തെ വീഡിയോ ഇറക്കണം. അത് കുഴപ്പമില്ലാണ്ട് ഓടി. അത് കുഴപ്പമില്ലാണ്ട് ഓടി എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ റേഞ്ചിലുള്ള 4000 വ്യൂ 3000 വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. എന്നാൽ എനിക്ക് 500 ഭയങ്കര സബ്സ്ക്രിപ്ഷൻ എന്ന് തോന്നുന്നുണ്ട് ആ ഒറ്റ വീഡിയോയില്. അവരെന്നെ അതിനകത്തൊരു 15-30 കാണണ്ടേ കാണത്തുള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യണം, ഇത് പൊളിക്കും. അത് ഭയങ്കര സപ്പോർട്ട്, മോട്ടിവേഷൻ സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. അവരുടെ ആ ഒരു
10-500 പേരുടെ മോട്ടിവേഷൻ ഇല്ലേ, അതിലാണ് ഞാൻ ശരിക്കും കയറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്യണേ. രണ്ടാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മുറ്റ സുഹൃത്തുക്കളായ കുറെ തെണ്ടികൾ അപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് വീഡിയോയിൽ സ്വന്തം സുഹൃത്തുക്കൾ പോലും സബ്സ്ക്രൈബ് ചെയ്യില്ല ചാനലിൽ. അപ്പം നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷനിൽ വരും ഇവൻ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരും. അപ്പോഴാണ് കുറച്ച് എൻ്റെ കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞത് രണ്ടാമത്തെ വീഡിയോ വന്നതിന് ശേഷം. 2 വീഡിയോ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ചെറുതായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ മാറി തുടങ്ങി. ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നു, രമേഷ് പിഷാരടി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള സ്റ്റാൻഡപ്പ് കോമഡി കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധ്യതയുള്ള ആളിങ്ങ് വരാമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആൾ കൊണ്ടുവരുന്ന ഷോ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡപ്പിൻ്റെ ഏറ്റവും നല്ലൊരു സാധനം അതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങോട്ട് അയക്കാൻ കണ്ട ചെയ്തത്. അങ്ങോട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹരിച്ചേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ. ആള് തൃശ്ശൂരാണ്. അപ്പോൾ ആള് ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നു. ഞാൻ ചെന്നു. ഞാനപ്പോൾ ചോദിച്ചു നമ്മൾ ഷോ ചെയ്താൽ കാശ് കിട്ടുമെന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ള സമയമാണ്. ഞാൻ ചോദിച്ചു ഞാനൊക്കെ അങ്ങോട്ട് കാശ് തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ല, അപ്പം ഞാൻ ചോദിച്ചു ടി വിയിലത്തെ പരിപാടിയല്ലേ ചേട്ടാ, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഫെയിം അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ഉദ്ദേശിക്കണല്ലോ, തുടക്കത്തിൽ വേറെ പേയ്മെൻറ്റിനെ പറ്റി യാതൊരു ഇതില്ല. നീ ചോദിച്ചാൽ എന്തായാലും നന്നായി, ഇതാണ് ഇതിൻ്റെ ടേംസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ്, നമ്മുടെ അരുൺ ഇല്ലേ, നടരാജൻ അശ്വിൻ്റെ കൂടെ ഉള്ളത്, നിങ്ങളുടെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ടിരുന്നു, നമ്മൾ മനോരമയിൽ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. പിന്നെ അതാ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അയച്ചു കൊടുത്തു. അപ്പോൾ ശേഷം ചരിത്രം അല്ല, അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഇവർക്ക് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ പരിപാടി മനോരമയിൽ അങ്ങനെ ഉദ്ദേശമില്ല. എൻ്റെ അടുത്ത് നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ അറിയൂ, സ്കിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം രണ്ടും പാരലലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോരമയിലത്തെ എന്താ പരിപാടി എന്ന് അറിയില്ല, ഈ ഫോർമാറ്റ് അറിയില്ല, ഇതിന് 50,000 രൂപ ഉണ്ട് എന്നുള്ളത് 50,000 രൂപ ഉണ്ടെന്നുണ്ട്, അല്ലാണ്ട് ഇത് എങ്ങനെയാണ് 3 ജഡ്ജസ് ഉണ്ടെന്ന് അറിയാം. പിന്നെയാണ് ഞാൻ അറിയണത് ഇതിൽ സാബു ചേട്ടൻ ഉണ്ടെന്ന്. നല്ല പേടിയായിരുന്നു എനിക്ക്. ഇയാള് ആ സമയത്ത് തരികിട സാബു അല്ലേ, റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണെന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഫണ്ട്സ് അപ്പോൺ എ ടൈം ഇതിന് വിളിച്ചു, ഗ്രൂമിങ്ങിന് വിളിച്ചു. ഫസ്റ്റ് ഗ്രൂമിങ് സമയത്ത് അന്ന് പറഞ്ഞ പിള്ളേർക്ക് ആർക്കും ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ സ്റ്റാൻഡപ്പ് കോമഡീനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എന്താ ചെയ്യുന്നത് ഒരു ഐഡിയ ഇല്ല. അവിടെ വന്നിട്ടുള്ള പിള്ളേർ ട്രെയിനിൽ ഇങ്ങോട്ട് പറഞ്ഞ സമയത്ത് സ്റ്റാൻഡപ്പ് കോമഡി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മലയാളം എന്ന് പറയുമ്പോൾ ജോ ജോക്സിൽ 3 വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. പെർഫോം ചെയ്തു, ഞാൻ ചെയ്ത സെറ്റ്. അതായത് ഞാൻ മനോരമയിൽ ഫസ്റ്റ് ബമ്പർ അടിച്ച സാധനമില്ലേ, ഒരുത്തന്നെ അവിടെ ഓഡീഷന് പെർഫോം ചെയ്തു ഫണ്ട്സ് അപ്പോൺ എ ടൈമില്. ഇത് നടക്കുമ്പോ ചോദിച്ചിരിക്കണ 3-ാമത്തെ റോയി ഞാൻ ഇരിപ്പുണ്ട്. നമ്മള് ഇതിനകത്തെങ്കിലും രക്ഷപ്പെടാൻ നടത്തു. അവിടെ തീരെ അന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഓഡീഷന് ചെല്ലുമ്പോ ഷൂട്ട് നടക്കുമ്പോ ഞാൻ ലേറ്റ് ആയിട്ടാ പിന്നെ ചെല്ലുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് എന്തോ കുറെ പേര് സെലക്ട് ചെയ്ത് ഇന്നത്തെ ഷൂട്ട് നടക്കുന്ന ദിവസമാണ്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പം എന്നെ വിളിച്ചപ്പം ഞാൻ ഇതുപോലെ ഇന്റേണൽ എക്സാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇതുപോലെ എക്സാം ഉണ്ട്, അപ്പം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, നമുക്കറിയത്തില്ല ഇതിപ്പോൾ തുടങ്ങുമെന്ന്. അപ്പോൾ അവർ ഓൾറെഡി ഷൂട്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലടാ പിന്നെ മതി, എനിക്ക് ഒഴിവാക്കുക. അപ്പം ഞാൻ ഓർത്തോ എന്ത് നല്ല ആൾക്കാർ. പിന്നെ എനിക്കിങ്ങനെ ടോൺ മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അടുത്ത ഞാൻ ഇനി എന്നായിരിക്കും വരണ്ടേന്നൊക്കെ ഉള്ളൂ, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ അത് പറയാം പിന്നെ പറയാം, അതൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി മനസ്സിലാക്കുക ഒഴിവാക്കുക, ഇന്റേണൽ കളയുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വരുമോ, ഞാൻ ഇന്ന് വൈകിട്ട് കയറും നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവർ ഓൾറെഡി ഷൂട്ട് തുടങ്ങി. അപ്പം ലാസ്റ്റായിട്ടും കണ്ട് പരിഗണിച്ച് വെച്ചിരുന്നതാണ് എന്നെ. അപ്പം ഞാൻ ഒരു വന്ന് ഇതുവരെ ഒരാൾ അവിടെ മാക്കൊക്കെ വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ട് ഇവരേതായി പട്ടിച്ചു പോയിന്റ് വന്നിട്ട് ആരും മീറ്റ് ചെയ്യാണ്ട് പോയി. അതിൽ ഞാനും വന്നിട്ടുണ്ട്. അതല്ല, ഇവനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു രാവിലെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവൻ വന്ന് തട്ടി വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഷൂട്ടിന് പോകണം, അമൃതയുടെ സ്റ്റുഡിയോ അമൃതയുടെ പരിപാടിക്കാണ് സ്റ്റുഡിയോ പാലാരി. അപ്പോൾ അവറാച്ചനെ പൊക്കി നമ്മള്. നമ്മൾ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. നീ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഓഡിഷന്. ആണോ? നമ്മളെല്ലാരും വന്ന് മീറ്റ് ചെയ്തത് ഈ പരിപാടിക്ക്. ഞാൻ ഓഡിയൻസിൽ നിന്ന് കൈയടിക്കാൻ അവിടെ വന്നപ്പോഴാണ് അവര് പറഞ്ഞ ഓക്കെ ഇങ്ങനെ ഷൂട്ട് നടക്കുമ്പോ പുറകിൽ കൈയടിക്കാൻ ആൾക്കാർ വേണമെന്നുള്ള സ്കീമില് നമ്മളും കയറിയിരുന്നു. എന്റെ സൈഡിൽ ആരെയും മാധവൻ ഇരിക്കുന്നതിന്റെ അതാ ഇവര് ആ ലാസ്റ്റ് റോയിൽ ഇവർ അങ്ങേറ്റത്ത് ഇവർ രണ്ടുപേരും, 2 ഗ്യാപ്പ് ഇപ്പുറത്ത് ഞാൻ നടക്കുകയും തമ്മിൽ അറിയില്ല.
ഇവന്റെ ശ്രദ്ധിക്കുന്നത് നീ രണ്ടാം പ്രാവശ്യം വന്നപ്പോഴാണോ നല്ല 2 സാധനം അവസാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഇവന്റെ സെറ്റ് ശ്രദ്ധിക്കണേ. ഇപ്പം ഫണ്ട്സ് ഓഫ് ടൈമിൽ ഒരു സാധനത്തിൽ ഇവൻ വന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ട് നല്ല രസത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതില് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവന് വിചാരം ഇവന് വീണ്ടും റിജക്ട് ആണ്. അവസാനം നല്ല 2 സാധനങ്ങൾ വരാനുണ്ടോ? അല്ലടാ കുഴപ്പമില്ല, ഇത് നല്ല സാധനം അവിടെ. എന്നിട്ട് അടുത്ത ആൾ കയറിയപ്പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നല്ലത് വല്ലതും ഉണ്ട്. ആരും ഞാൻ ഓർത്ത് ക്ലൈമാക്സ് പഞ്ചിലടിക്കാന്ന് ഓർത്ത് നല്ല സാധനം മൊത്തം എൻഡിലിട്ടേക്ക് 1 മിനിറ്റ് ആയപ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞു. അതോർത്ത് പോയി കളഞ്ഞ്. അന്ന് ജോൺ ചേരിപ്പുണ്ട് അവിടെ. അന്ന് 2ാമത്തെ സെറ്റ് ഓഡിഷൻ നടക്കുക, കുറെ പുതിയ ആൾക്കാരെ. അപ്പം ഈ 1ാമത്തെ ഷെഡ്യൂളില് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു 8 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഷെഡ്യൂളിൽ. അതിനകത്ത് ജോൺ ചേക്കും ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ 1ാമത്തേൽ ഔട്ടായി പോയി കയ്യും കാര്യം പിടിച്ച് വന്നേക്കുവാ. അടുത്തതിൽ ഓഡീഷൻ പോലെ തന്നെ കണ്ടാവുന്നുണ്ട്. പക്ഷെ പുള്ളി എന്നെ മറ്റവരോട് ഓഡീഷൻ ചെയ്യിച്ചില്ല, ഇവരുടെ കൂട്ടത്തിലാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ ഇവരുടെ മുന്നിലാണ് പെർഫോം ചെയ്തത്. ജോൺ ചേക്ക് അങ്ങനെ ഞാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് ഈഗോ ഉണ്ടായിരുന്നു മനസ്സിൽ. ഞാനാണെങ്കിൽ ഇയാൾ ഓൾറെഡി രക്ഷപ്പെട്ടല്ലേ ഇതിന് വേറെ. എനിക്ക് എന്റെ ഏറ്റവും നല്ല ജീവിതത്തിലൊരു മൊമെന്റ് അതാ. അതായത് അന്ന് ഈ ട്രെയിനില് അധികം ആൾക്കാർക്ക് ഇതില്ലല്ലോ, ഒരു കമ്പാർട്ട്മെന്റിൽ ഇത്ര ആളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ 2ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിനോ എന്തിനോ ഞാൻ 2ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിന് ഞാൻ ഇങ്ങോട്ട് കയറി വരാം. അപ്പൊ ഞാൻ ട്രെയിനിൽ കാലത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്നിട്ട് അപ്പുറത്തെ ഒരാളെ എന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നത് കേൾക്കണ്. ഞാൻ അപ്പൊ തന്നെ ചേട്ടനെ വിളിച്ചിട്ട് എന്റെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഞാൻ ചെയ്ത മാട്രിമോണി സൈറ്റിന്റെ സാധനം ഒരു ചേട്ടൻ ഇരുന്ന് കണ്ടിട്ട് ചിരിക്കണ് എന്ന് പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. ഞാൻ മറ്റേ അമൃതയിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ചേട്ടന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ്, നമ്മളിപ്പോൾ ഭയങ്കര സാധാരണ രീതിയിൽ ജീവിച്ച് ആ ചിന്താഗതിയൊക്കെ ആയിട്ടിരുന്നിട്ട് പെട്ടെന്നൊരു ചാനലിൽ പോയി ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെന്തൊക്കെയോ ആയി എന്നൊരു സാധനം വെറുതെ തോന്നും. അപ്പം നമ്മളിങ്ങനെ ആയിരിക്കും, ഷോ ഇതൊന്ന് ഇറങ്ങിയിരുന്ന് ഇന്ന് ഷൈൻ ചെയ്യായിരുന്നു, എല്ലാവരും തിരിച്ചറിഞ്ഞേരെന്നൊക്കെ. നമ്മൾ ഏതാ നമ്മളെ ഒരു എപ്പിസോഡിൽ ഒരു ദിവസം കണ്ട് ആരെങ്കിലും ഓർത്തിരിക്കുക. നമ്മുടെ വിചാരം എന്തോ എന്നെ എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് യാതൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ, ആൾക്കാരെ ഓർത്തിരിക്കും. എനിക്ക് അത്രയും ബോധമില്ലല്ലോ. എനിക്ക് യാതൊരു അങ്ങനത്തെ തോന്നലുണ്ടായിരുന്നില്ല. അതായത് എന്നെ വഴിയിൽ വെച്ച ഒരാൾ തിരിച്ചറിയുന്നുള്ള സാധനം അത് എനിക്ക് അമൃതയൊന്നും വന്നിട്ടില്ല. എനിക്ക് വന്നത് മനോരമയിൽ വന്നപ്പോഴാ ആൾക്കാർ വഴിയിൽ വെച്ച് തിരിച്ചറിയാൻ തുടങ്ങിയത്. അല്ല പിന്നെ ജോൺ ചേട്ടനൊക്കെ കണ്ടാലും പിന്നെ വേറൊരു എന്നോട് ആൾക്കാർ കണ്ടിട്ട് മനസ്സിലാവും. ഞാൻ സംസാരിക്കുമ്പോ സൗണ്ട് കേട്ടിട്ട് ഇവന്റെ ശബ്ദത്തിന്റെ കാര്യം കുറെ പേര് തിരിച്ചറിയാറുണ്ടല്ലേ. അങ്ങനെയുള്ള അല്ലാതെ കാണും. അല്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഇതിറങ്ങിയിട്ട് കല്യാണം വെച്ചിരുന്ന ശേഷം കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുക. 1ാമത്തെ എപ്പിസോഡ് ഇറങ്ങി വീടിനടുത്തുള്ളവർക്ക് പോലും അവർ പോലും കണ്ടിട്ടില്ല, ആർക്കും അറിയത്തില്ല. ഇത് നമ്മൾ അങ്ങോട്ട് പിന്നെ പറയാനും മാത്രമുള്ള പെർഫോമൻസ് അല്ലായിരുന്നു, ആരോടും പറയാനും തോന്നിയില്ല, മൊത്തത്തിൽ ശോകം. അപ്പം നമ്മൾ വിചാരിച്ചു മഴവില്ല് വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇതുപോലെ ഭയങ്കരമായിട്ട് തിരിച്ചറിയും. 1ാമത്തെ എപ്പിസോഡ് ഇത് ആർക്കും അറിയത്തില്ല, 2ാമത്തേം ചെയ്തു, 2 ബമ്പറൊക്കെ അടിക്കണം. അപ്പം നമ്മുടെ മഴവില്ല് ഇത്രയും പേര് കാണുന്നത് എന്തായാലും തിരിച്ചറിയും. 1 കണ്ട് ആർക്കും അറിയത്തില്ല, 2 ചെയ്ത് ആർക്കും അറിയത്തില്ല. 3ാമത്തെ ചെയ്തിട്ട് ഞാൻ 4ാമത്തെ എപ്പിസോഡ് ചെയ്യാൻ എനിക്ക് ബമ്പർ ചിരി വന്നൊരു പയ്യനുണ്ട് എടുക്കാൻ. മറ്റേ HR-ന് അമ്മ ഉണ്ടാക്കി കൊടുത്ത് അച്ചാറ് കൊടുത്ത ആളല്ലേ ഒരാള്. അതാണ് പിന്നെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. ഞാനും ആദ്യമായിട്ട് ആ സെറ്റാണ് നിന്റെ കണ്ടിട്ട്, HR MBA തുമ്പിയെ. ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാലോ. അതൊരാൾ ചോദിച്ചു, അത് ബമ്പർച്ചിരി വന്നോണ്ട്, അല്ലാതെ ആരും തിരിച്ചൊന്നുമില്ല. അപ്പം വീട്ടുകാരും ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ആർക്കെങ്കിലും മനസ്സിലായവർക്ക്. അപ്പൊ ഞാനും ഇരിക്കുന്നത് ആൾക്കാർക്ക് എന്നെ മനസ്സിലാവാത്ത. നമ്മൾ ഈ മറ്റു ബസ്സിനൊക്കെ കയറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിലരിങ്ങനെ നോക്കും. അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു നമ്മളെ ആയിരിക്കത്തില്ല നോക്കണ, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ദിവസം ഞാനിതുപോലെ മാംഗ്ലൂർ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നു ഇതുപോലെ ഒരാൾ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ, പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഇതിലെത്തി, അതായത് നമ്മളിതിനെ ആർക്കും തിരിച്ചറിയത്തൊന്നും ഇല്ല എന്നുള്ള സാധനത്തിലായി. അങ്ങനെ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരും ഉണ്ട്. നമ്മളും സാധാരണ എങ്ങനെ അലമ്പാണോ അതുപോലെ അലമ്പ്. ഞാൻ ഇങ്ങനെ എന്തോ ചായ മേടിച്ചിട്ട് അതിനകത്ത് പാലിനെ പറ്റി എന്തോ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ തെറിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര അലമ്പിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് കൈ കഴിയാൻ വേണ്ടി ഇരുന്നിട്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്നാണ് എൻ്റെ കൂട്ടുകാരുടെ ജീപ്പുള്ളി മറ്റേ പരിപാടിയിലുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു അതേന്ന്. അപ്പം ഞാൻ ഇങ്ങനെ അപ്പം ഇവന്മാർ കൈ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇയാളിങ്ങനെ എന്നോട് പറഞ്ഞു മാധവനല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇയാൾ കൺഫേം ചെയ്തിട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും എൻ്റെ ചേട്ടാ 6 മണിക്കൂർ എടുത്തല്ല, മംഗലാപുരം എത്താറായി.
പക്ഷെ അപ്പോഴത്തേക്കും പുള്ളി ഇത് കൺഫേം ചെയ്ത് പറഞ്ഞാൽ പുള്ളിക്കാരനോട് 2-3 പിള്ളേർ ഇരിപ്പുള്ളൂ. പുള്ളി അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഒത്ത് ഇവരൊരു ഫാമിലി ആയിട്ടൊരു 18 പേര് 10-18 പേര് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക എന്തോ ചടങ്ങിനങ്ങ്. അവരെല്ലാം വരുമ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ അവിടെ നിന്ന് ഫുൾ ആടും ബഹളം. അപ്പൊ ഇങ്ങനെ മേളിലൊക്കെ കിടക്കുന്നത് ആ സാധനമൊക്കെ മറ്റൊരു തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കും ഫുള്ള്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു നാണക്കേട് സൈഡ് മനസ്സിലാക്കി. ഒരാൾ തിരിച്ചറിയുമ്പോൾ 10 പേർക്ക് അറിയത്തില്ല നമ്മള്. അത് വല്ലാത്ത ടാസ്ക്. പിന്നെ ഏറ്റവും തമാശ എന്താണെന്നറിയോ, ഈ തിരിച്ചറിഞ്ഞതിന്റെ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി ഫ്രണ്ട് മനസ്സിലായില്ലേ, അപ്പൊ അയാൾ മനസ്സിലായ ഒന്ന് നോക്കിയേ, ചേട്ടാ മനസ്സിലായിട്ടില്ല, ആൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പുള്ളി പറയണതായിരിക്കും, ഈ പുള്ളി ചോദിക്കൂലോ എനിക്കിപ്പം പ്രിൻസിനെ മനസ്സിലായി, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് പറയും ഫ്ലവേഴ്സിലെ കോമഡി പരിപാടിയുടെ പേര് പറ്റി പറയും, അല്ലെ കോമഡി സ്റ്റാർസ്. ആ സമയത്ത് ഇവന്റെ എപ്പിസോഡുകൾ 1-2 വന്ന സമയത്ത്, ആ സമയത്ത് നമ്മള് നൗഫൽ സാറിന്റെ അവിടെ പോയിട്ടാ എന്തൊക്കെയുണ്ട്. അപ്പൊ ഞാനും ഇവനെ ഒരുമിച്ച് നടക്കാം. അപ്പൊ എന്നെ തിരിച്ചറിയുന്നുണ്ട്, ഇവനെ തിരിച്ചറിയുന്നില്ല. പരിപാടിയൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൗണായി. ആ സമയത്ത് ഇവൻ കയറി. എന്നിട്ട് നൗഫൽ സാറിന്റെ അവിടെ ചെല്ലുമ്പോ മഹാദേവൻ. അപ്പൊ ഇവന് വിഷമം, അല്ല ആള് അതിൽ പരിപാടി ചെയ്യുന്ന, പക്ഷെ മഹാദേവൻ. ഞാൻ തന്നെ പറഞ്ഞു ഇനി ആരെങ്കിലും വന്ന് എന്നെ പരിചയപ്പെടുത്താൻ നിൽക്കണ്ട. ഇത് നമുക്ക് എപ്പോഴുള്ള പ്രശ്നമാണ്. ആരിലൊക്കെ വന്നിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ചിലപ്പോ ജോൺ ചേട്ടനെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഇവര് ഫോട്ടോ ഒക്കെ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മാറിയൊക്കെ കറങ്ങിയൊക്കെ നിൽക്കും. ഇല്ല നാണക്കേടാണല്ലോ. അതൊരു ഞാൻ പറഞ്ഞത് മൊമെന്റ് അന്ന് ട്രെയിനിൽ വെച്ച് ഇവർ ഇത്രയും പരിചയപ്പെട്ടപ്പം ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നടന്ന് ബാത്റൂമിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ട് വീട്ടിൽ അച്ഛനെ വിളിച്ചിരുന്നു എന്നെ തിരിച്ചറിയാട്ടാ. ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ എക്സൈറ്റ്മെന്റിൽ അവര് മുട്ട ഹാപ്പി. അച്ഛൻ അവിടെ നമ്മി എടുക്കും. ട്രെയിനിൽ വെച്ച ആൾക്കാർക്ക് മനസ്സിലായി. എന്റെ അപ്പന് ഇപ്പൊ കൂടെ അപ്പൻ എവിടെങ്കിലും യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വല്ലവരും ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചറിഞ്ഞതാ എന്താ അല്ലേ പ്രൗഡാവും. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നീ പറഞ്ഞ പോലെ എൻ്റെ പ്രണയ ജീവിതം ആരംഭം ആ ടൈമിലാണ്. കോവിഡിന്റെ സമയത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണാൻ പോകുന്നുണ്ട്. ഫോണിൽ സംസാരിക്കലും വീഡിയോ കോളിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണാൻ പോകാൻ തീരുമാനിച്ച ആ ദിവസത്തെ എപ്പിസോഡിലാണ് എനിക്ക് ഗോൾഡൻ ബസർ അടിക്കുന്നത്. ഇവിടുന്ന് ഗോൾഡൻ ബസർ അടിച്ചിട്ടാണ് ഞാൻ നേരെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ ചെല്ലുന്നത് ഭയങ്കര ഓർമ്മയുണ്ട്. ഞാൻ ഈ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ഇവൾക്ക് എന്നെ കണ്ടിട്ട് ആകെ ഒരു വിറവലുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്നെ കണ്ടിട്ട് പെണ്ണുങ്ങൾ വിറക്കണാണ്. സാധാരണ ഞാൻ പെണ്ണുങ്ങളെ കാണുമ്പോ വൈശാലിയിലെ സീനുണ്ടല്ലോ, ഇതെന്താ ജീവി. ഞാൻ ആദ്യമായിട്ടാണ് സാധാരണ പെണ്ണുങ്ങളാണെന്ന് ഞാൻ വിറക്കാറ്. ഇത് ഇവിടെ തന്നെ കണ്ടപ്പോ ഞാൻ ATM എന്തെങ്കിലും എന്റെ പൈസ എടുക്കാൻ വേണ്ടി പോയേക്കാം. അപ്പൊ ഇവള് ഉണ്ടല്ലോ ഇവള് ഇങ്ങനെ പരതാണ്. അപ്പൊ ഞാൻ ATM ചെന്നപ്പോ അവള് സാനിറ്റൈസർ എടുത്തിട്ട് കൈ മേടിച്ചാൽ സാനിറ്റൈസർ ഒരു തുറക്കല് ഫുള്ള് അടപ്പൊക്കെ തെറിച്ച് പുറത്തേക്കൊക്കെ പോയി. പിന്നെ കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് വിറവലൊക്കെ ഒന്ന് മാറി. ഞങ്ങള് അന്ന് അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്നു. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നു. പിന്നെ ഞങ്ങളുടെ പ്രണയകാലമാണ്. ഞാൻ എല്ലാ സൺഡേയും പെരിന്തൽമണ്ണയിൽ അവളെ കാണാൻ പോകും. അപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഒരു ഫോക്കസ്, സ്റ്റാൻഡപ്പ് കോമഡി ഡോക്ടറൊക്കെ കിട്ടും, ഇത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അതിന്റെ മറ്റൊരു കോവിഡ് ഓർമ്മയാണ്. കൊള്ളായിരുന്നു. നല്ല സത്യം പറഞ്ഞാൽ എന്റെ ജീവിതം മാറിയത് കോവിഡില്ല. അതായത് ഞാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം കോവിഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതോ പൊട്ടയോ ആയിട്ടുള്ള ഒരു മാറ്റം എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ഒരു ടേണിംഗ് പോയിന്റ് ആണ് കോവിഡ് ആയിരുന്നത്. 1-2 വർഷമില്ലടാ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കില്ല. അല്ല ഞാനല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഇത് ചെയ്യില്ല, വീഡിയോസ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ലൈവ് ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ ലൈവ് വീഡിയോ ചെയ്ത സാധനം ഞാൻ ലൈവ് പോയിട്ട് ചെയ്തിട്ട് വട്ടത്തി മൂഞ്ചിരിക്കുക, തല്ലിപ്പൊളിയായിട്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ധാരണ ഇനി യൂട്യൂബിൽ വർക്കായിട്ട് ലൈവിൽ വർക്കാവില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോസിൽ കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ മാട്രിമോണി സാധനത്തിന്റെ സാധനം ചെയ്തു. അത് എന്നിട്ട് തൃശ്ശൂർ ഒരു ലൈവ് ചെയ്തപ്പോൾ അവിടെ വർക്കായി. അപ്പോഴാണ് എനിക്ക് പിന്നെയും വീണ്ടും ഒരു കോൺഫിഡൻസ് കിട്ടണത്. ലൈവിലും ചില സാധനങ്ങൾ വർക്കാവും. അന്ന് പുറത്തുനിന്നുള്ള കുറച്ച് ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുള്ള കുറച്ച് മലയാളികളാണോ എന്ന് ചോദിച്ചാൽ മലയാളികളാണ്. അതുപോലത്തെ കുറച്ച് പേര് അവർക്ക് ചിരിക്കാൻ യാതൊരു ഇതുമില്ല. അവർ ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സർക്കിളിൽ ഇരുന്നുണ്ട്.
അപ്പോൾ അവർ ഫ്രണ്ടിൽ ടേബിളിൽ അതൊരു കഫേലാണ്, കഫേ ഷേക്സ്പിയർ എന്ന് പറയുന്ന തൃശ്ശൂരിലെ കഫേല. അതും ശബരി തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 5 മിനിറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഈ സാധനം. പക്ഷേ അതിന് ഇവർ ഭയങ്കര ചിരിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ തെണ്ടികളെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതിങ്ങനെ ചിരിക്കണേ, എടാ ചിരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കണേ. അവരുടെ ചിരിയൊക്കെ അടക്കിയിട്ടുള്ള ചിരിയായിരുന്നു. ഇവർ ഭയങ്കര രസമായിട്ട് പൊട്ടിച്ചിരിക്കുന്നു. അതിലൊരാൾക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ലൈവിൻ്റെ ആദ്യമായിട്ടൊരു ആ സാധനം കിട്ടണേ. ഞാൻ ആദ്യം മറ്റേ വൈബില് ചെയ്തപ്പോൾ ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു തീർത്തിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് ഏറ്റവും ആദ്യത്തെ. അന്ന് ഞാൻ വിചാരിച്ചോ ലൈവ് എളുപ്പം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ നിന്ന് പുഴുങ്ങുന്നത്. ഒരാൾ മെയിൻ ചെയ്യാണ്ട് അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിനു വിൽഫ്രഡ് വന്നിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർക്ക് നൈഫൊക്കെ കൂട്ടി തട്ടുന്ന സൗണ്ടൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഒരു പട്ടിച്ചത് ശ്രദ്ധിക്കണ പോലില്ല. അപ്പൊ ഇത് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്നുള്ള പരിപാടികളും കണ്ടിന്യൂസ് ഒന്നും ചെയ്യില്ല. അത് വിനു വിൽഫ്രഡിന്റെ നിർബന്ധം കൊണ്ടാണ് 4 വീഡിയോ വരെയൊക്കെ പോയത്. പക്ഷെ ഞാനും കോവിഡ് കാരണമാണ് കൊച്ചിയിലോട്ട് വരണതും. ആ ജോലി ട്രാക്ക് പോയല്ലോ, കണ്ടഞ്ഞി മോശമായിട്ടുള്ള ആ ജോലി ട്രാക്ക് നഷ്ടപ്പെട്ടല്ലോ നമുക്ക്. ജോലിയിലോട്ട് പിന്നെ സ്റ്റാൻഡപ്പിലോട്ടുള്ള താല്പര്യം തുടങ്ങി. അങ്ങനെ 2020 നവംബറിലാണ് ഞാൻ ഓൺലൈൻ ഒരു ഷോ ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് കുറെ ഓൺലൈൻ ഷോസ് ഓപ്പൺ മൈക്സ് നടത്തുമായിരുന്നു. റൂമിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 14 ആൾക്ക് 12 ആൾക്ക് ഞാൻ ശബരിയും ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ ക്രൗഡും ഇല്ല, ഇവരൊക്കെ തന്നെ. നമ്മുടെ ഫ്രണ്ട് സർക്കിളില് 50 പേര് വന്നിട്ടുണ്ട് ഫ്രണ്ട് സർക്കിൾ. അങ്ങനെ ചെയ്തപ്പം ഞാൻ ആക്ച്വലി അരമണിക്കൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ചെയ്തിട്ടുള്ള 2-2.5 വർഷത്തെ മെറ്റീരിയൽ അരമണിക്കൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ 1 മണിക്കൂർ ചെയ്തു. ആൻഡ് 1 മണിക്കൂർ നല്ല 1 മണിക്കൂറായിരുന്നു. അതാണ് ഇപ്പോഴും ചെയ്യുന്ന 1 മണിക്കൂർ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കിട്ടി കുറച്ചുകൂടെ, അതായത് ഇത് ചെയ്യാമെന്നുള്ള. അങ്ങനെയാണ് ഞാൻ പിന്നെ ബർജീനെ കാണുന്നതും 2021 കൊച്ചിയിലോട്ട് വരുന്നതും പിന്നെ ഉണ്ടായ കാര്യങ്ങളും. ഇപ്പൊ തിരിച്ച് ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി. ഗോളം എന്നെ. പക്ഷെ എനിക്ക് കോവിഡ് വലിയ കാര്യമായിട്ട് ഞാൻ എങ്ങനെയാണോ ഒരു പാറ്റേണിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു ക്വാറന്റൈനിൽ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് പോകാറില്ല. എനിക്ക് അങ്ങനെ ഒന്നും മിസ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ മാക്സിമം എല്ലാ പരിപാടികളും ഒഴിവാക്കിയിട്ട് വീട്ടിലിരിക്കുന്നതാണ്. കൂട്ടുകാരോട് അങ്ങനെ കറങ്ങാൻ പോക്കലൊന്നും ഇല്ല, പുറത്ത് പോകാറില്ല. അപ്പൊ എനിക്കത് പ്രത്യേകിച്ച് എന്നെ ബാധിച്ചിട്ട് എനിക്കങ്ങനെ വീട്ടിലിരിക്കുന്ന ഫ്രസ്ട്രേഷൻ വീടാണ് ശരിക്കും. അവിടെ കൂട്ടുകാരെല്ലാരും കൂടി വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലം പോവേ വേണ്ട. എന്റെ മുമ്പ് വീടിന്റെ പിന്നീത പറമ്പായിരുന്നു. പിന്നെ അതൊക്കെ കാട് പിടിച്ച് കഴിഞ്ഞപ്പോ എല്ലാരും കൂടി പിന്നെ എല്ലാരും ബാംഗ്ലൂരൊക്കെ ആയിരുന്നു. അപ്പൊ ഈ സാധനം വർക്ക് ഫ്രം ഹോം ഒക്കെ ആയപ്പോൾ എല്ലാരും പതുക്കെ തിരിച്ചെത്തി. പിന്നെ ഞങ്ങള് അവിടെ ഭയങ്കര ലൈവായി. പിന്നെ എല്ലാ ദിവസവും വീടിന്റെ മുറ്റത്ത് കാറ് കിടക്കണുണ്ട് കഴിഞ്ഞാൽ ഹോട്ടലിന്റെ മുന്നിൽ ഉണ്ടാവില്ല കാറ് ബൈക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണ്ട. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ മുറ്റം വളരെ ശാന്തമായി കിടക്കണം, ആരുമില്ല. അപ്പൊ വന്ന് കണ്ടപ്പോ പറയായിരുന്നു ആരും ഇല്ലാണ്ട് ഈ സ്ഥലം ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാ കുറെ നാൾക്ക് ശേഷം. ശരിക്കും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ടായിരുന്നല്ലേ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് എന്ന് വെച്ചാൽ തിരിച്ച് കുറെ കാലത്തിന്. രണ്ടാമത്തെ കോവിഡ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ വയസ്സായവരെ സംരക്ഷിക്കണം അങ്ങനത്തെ ഒരു സാധനം. ആദ്യത്തെ കോവിഡ് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. വീട്ടിൽ ഇരിക്കാൻ കിട്ടിയ ഒരു അവസരം, വർക്ക് ഫ്രം ഹോം ഒക്കെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം കമ്പനിക്ക് പറഞ്ഞുവിടാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷെ കമ്പനികളും കുറെ ഈ സംഭവം വർക്കാവും എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഇതിലാ. കോർപ്പറേറ്റ് കുറെ വർക്ക് ചെയ്യുമെന്നൊരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നതിലാണ്. ആരും അങ്ങനെ ഭയങ്കര, എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ഭയങ്കര പണിയെടുക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ഒരു തിരക്ക് കാണിക്കുക എന്നുവെച്ചാൽ മെസ്സേജ് അപ്പം റിപ്ലൈ ചെയ്യുക അങ്ങനത്തെ ഉള്ള സാധനം. പക്ഷെ കുറെ വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലായത് അപ്പോഴാ അത് ശരി, നിനക്ക് പണിയൊന്നും ഇല്ലല്ലേ കടയിൽ പോയി. ഇപ്പോഴും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു പോളിസി കുറെ കമ്പനികൾ എനിക്ക് പരിപാടിയാണെന്നുള്ള രീതിയിൽ പിള്ളേർക്കാണ് മടുപ്പടിച്ചത്. ഈ ഓൺലൈൻ ക്ലാസ് പോസിബിൾ ആയതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് എടുത്ത് കളയും. ഇപ്പൊ ഒരു 2 ദിവസം മുടക്കം വന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ കയറി കുറവാണ്. അതൊരു പിള്ളേർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. സ്കൂളിൽ പഠിപ്പിക്കണേക്കാട്ടി കൂടുതൽ ആ സ്കൂളിൽ പോകുന്നത് തന്നെ അല്ലേ ഫീൽ. അതാണ് അവിടെ ഫ്രണ്ട് സർക്കിള്, അതൊക്കെയാണല്ലോ മെയിൻ. എൻ്റെ ഉമ്മ അതുപോലെ LP സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. പുള്ളിക്കാർ റിട്ടയർ ആയി.
പക്ഷെ ഈ കോവിഡിന്റെ സമയത്ത് 1ാം ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത്. കൊച്ചു പിള്ളേരെ അക്ഷരം പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ അത് മൊബൈലില്. അപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി, ജോൺ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ഉപയോഗിക്കാൻ പഠിക്കണം. പിന്നെ അതുപോലെ സ്ക്രീൻ ഷെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതൊക്കെ പക്ഷെ പുള്ളിക്കാർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതിന് വേണ്ടിയിരിക്കും, അതിന്റെ പുറകെ ആ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കുറേ നേരം ഇരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഗ്രേഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ട്, അത് പിള്ളേർ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കണം. എന്നിട്ട് ആ ഫോട്ടോയിൽ വാട്സാപ്പിൽ എഡിറ്റ് ബട്ടൺ കൊടുത്തിട്ട് വരയ്ക്കണം, ടിക്ക് ചെയ്യണം. ഇതിങ്ങനെ ഒരു 10-40 പിള്ളേരുടെ ചെയ്യണം. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ പുള്ളിക്കാർ ചെയ്തു, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു നല്ല ശതമാനം ടീച്ചേഴ്സ് ഇങ്ങനെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം. അല്ല, അവർക്ക് ഈ ടെക്നോളജി പഠിക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നു. പെട്ടെന്ന് അതൊരു ഷിഫ്റ്റ് വന്നു. ഒരു ഡിജിറ്റലൈസേഷന്റെ ഫുൾ സ്വിങ്ങിലായത്. നമ്മൾ QR കോഡൊക്കെ യൂസ് ചെയ്ത് കാശടക്കൽ വീട്ടുകാർ ചെയ്യാൻ തുടങ്ങിയതൊക്കെ, ഓൺലൈൻ പർച്ചേസ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ, അതൊക്കെ ഫാസ്റ്റായി ഭയങ്കരമായിട്ട്. പിന്നെ കുറെ സ്റ്റുഡൻസിന്, എസ്പെഷ്യലി ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്നൊരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് കാലഘട്ടം. കുറെ പേർക്ക് അത് മിസ്സായിട്ട് പോയി അല്ലേ. കുറെ കോവിഡ് പിള്ളേരുണ്ട്. പക്ഷെ ഞാൻ PG സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്തത് കോവിഡ്. അല്ല, എനിക്ക് ഒരു വർഷം എക്സ്റ്റെൻഡ് ആയി. ഞാൻ 3 വർഷം എടുത്തു PG തീർക്കാൻ. കാരണം അവിടെ ഫുൾ ഡിലേ അടിച്ചു. പക്ഷെ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിരുന്നു, എല്ലാം കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നു. റാങ്കും കിട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കണം. മൊത്തത്തിൽ പ്രോജക്റ്റ് ബിടെക്കൊക്കെ 3 കൊല്ലം കോവിഡില് പോയി. പിള്ളേര് വീട്ടിൽ ലാബും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല, വീട്ടിലിരുന്ന്. അങ്ങനെ ഒരു ഇതുണ്ട്, കൊറോണ ബാച്ച് ആയിരുന്നു എന്നുള്ളൊരു വന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടർമാരെ പറ്റി പറയാൻ, നീ കൊറോണ ബാച്ച്. അതൊരു കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാ. ഒരു ആളെ കൊണ്ടുവന്നു. അപ്പൊ അയാൾക്ക് ഫിക്സ് അങ്ങനെ എന്തോ സംഭവമായിട്ടാണ് കൊണ്ടുവന്നിട്ടില്ല, ഭാര്യ കണ്ട കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അയാള് ഇത് ചെയ്യേണ്ടി വരും, ഇന്നതിന് ഇത്ര രൂപ, ഇതിന് ഇത്ര രൂപ, 2-3 റേറ്റുകൾ പറയും. അങ്ങനെ ഇരിക്കില്ല, ഇതിന് ഫിക്സ് വരും. അപ്പൊ അയ്യോ ഇതിന് അബാക്കസ് ഒന്നും വേണ്ട, കാൽക്കുലേറ്റർ അടിച്ചിട്ട് നല്ല രസമുള്ള അറിയില്ല. അപ്പൊ ഭാര്യ തരുന്നത് കൊറോണ ബാച്ചാണല്ലോ. അല്ല, എൻ്റെ ഒരു കസിൻ അനിയത്തി ഇതുപോലെ അവളുടെ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കൊറോണയ്ക്കകത്ത് വിട്ടു. അപ്പോൾ തേർഡ് ഇയറിലാണ് ക്ലാസ്സിൽ പോകണം, ഓഫ്ലൈൻ പരിപാടിക്ക് പോകണം. അപ്പം പിള്ളേരായിട്ടൊന്നും ഒരു സിങ്കും ഇല്ല, കാരണം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. തേർഡ് ഇയറിലാണ് വെയിറ്റ് ചെയ്യണം. അപ്പൊ അവളുടെ അങ്ങനെ നോക്കിയാൽ കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട്, കോളേജ് ലൈഫ് ലൈഫേ ഉള്ളൂ. പഠിത്തമൊന്നും ആരും പഠിക്കണം, ഹോസ്റ്റലിൽ പോവുക, അതാണല്ലോ കോളേജ് ലൈഫ്. ഹോസ്റ്റലിൽ ആ ഒരു ആൾക്കാർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, ആ ബോണ്ട് ഉണ്ടാകുന്ന ആൾക്കാർ തമ്മിലുള്ള, അതൊക്കെ തന്നെ മെയിൻ. ഞാനും ഈ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കുറേ, എനിക്കെന്തോ വർക്ക് ഫ്രം ഹോം ഹോളിഡേ പോലെ തന്നെ. ഞാൻ അത്ര വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യാറില്ല. പിന്നെ നമുക്ക് ആൾക്കാരെ കണ്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ഫീൽ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് റിയൽ ആണെന്നുള്ളൊരു സാധനം വരും, ഒരു മോട്ടിവേഷൻ കൂടും. നമ്മൾ ആക്ച്വലി വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്തോന്നോ ഒരു ആരുടെടുത്ത് ക്യാമറ ഓൺ ചെയ്യാത്ത കുറേ പേരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ സൗണ്ട് വരുന്നു, ഓഡിബിൾ ആണോന്ന് അവർ ചോദിക്കുന്നു, ആണെന്ന് നമ്മൾ നമ്മൾ ജനറലി വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ചില്ല് ചെയ്യാണല്ലോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ്. എനിക്ക് വീട്ടിൽ ഇരിക്കുന്നത് കുറെ നേരം ഇരിക്കാൻ പറ്റൂല. എനിക്കിങ്ങനെ പുറത്തു പോകണം, എനിക്ക് സീൻ മാറണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് വീട്ടിലിരിക്കാന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഇപ്പൊ എനിക്ക് ഫുൾ വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ ഞാൻ എന്തായാലും ഓഫീസിൽ പോകുന്ന, എനിക്ക് അങ്ങനെ പുറത്തു പോയി കുറച്ച് ആൾക്കാരെ കണ്ടിട്ടൊക്കെ വരുമ്പോൾ ഒരു ചെറിയ സന്തോഷം. എനിക്ക് ഇടയ്ക്ക് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണണം എന്നുള്ളൂ. വൈകുന്നേരം അവര് അവിടെ ഉണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ എന്റെ വീട്ടില് പെയിന്റ് അടിക്കാനായിട്ട് ആൾക്കാർ വന്നപ്പോഴത്തേക്കും അവരിങ്ങനെ പരിപാടി തുടങ്ങി. അപ്പൊ ഞാൻ ഉറങ്ങും അകത്ത്. ഷെൽഫിൽ എന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇവരിങ്ങനെ തമ്മിൽ എന്റെ വീടാണെന്നുള്ള സാധനം മനസ്സിലാണ്. അവരെന്നോട് അപ്പൊ വീട് തൃശ്ശൂർ എങ്ങാണ്ട, ഇത് വരുമല്ലോ, കൺഫ്യൂഷൻ വരുമല്ലോ. ചിലപ്പോ ഇങ്ങനെ ജോൺ ചേട്ടന്റെ ഒരു മുഖവും എന്റെ പേരും ഒക്കെ ആയിരിക്കും, അങ്ങനെ ആൾക്കാർക്ക് ചിലപ്പോ കിടക്കുന്നത്. പട്ടിയുടെ സെറ്റ് അതെ, അങ്ങനെ സെറ്റും മാറിപ്പോയില്ല. അതുപോലെ അല്ല, അത് പറഞ്ഞാൽ അത്രയും പുറത്തിറങ്ങാറില്ല. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ ഉള്ളതാണെന്നുള്ളത്. എന്റെ അതെ, അതുപോലെ എന്റെ ഈ പറഞ്ഞ വീട്ടിലെ ആ കൂട്ടുകാരുടെ ഒരു സർക്കിൾ, ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അങ്ങനത്തെ കുറച്ച് ആ ഇതിലും കാറ്റീസും ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ളവരും ആണ്. ഞാൻ പേരാമംഗലത്തുള്ള ആളാന്നുള്ളത് അറിയില്ല. ബാക്കി എല്ലാവർക്കും പിന്നെ അവിടെ വെച്ച് കാണുമ്പോഴാണ് ചോദിക്കുക, ഇവിടെ ആയിരുന്നു വീട്. അങ്ങനെയൊക്കെ അറിയുമ്പോൾ അവിടുത്തെ ഓരോ ക്ലബിന്റെ പരിപാടിക്കും എല്ലാ പരിപാടിക്കും വിളിക്കാറുണ്ട്.
പിന്നെ കൊറോണയുടെ സമയത്ത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, നമ്മളാണ് ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്തത്. നമ്മളെ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത കാര്യം നമ്മൾ നല്ലപോലെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ സ്ഥലത്തൊക്കെ കേസ് ഒരിടത്തൊക്കെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. യുപിയിലൊക്കെ ഉള്ള ആൾക്കാർ എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ എപ്പോ പോയാലും ഹെൽത്ത് കെയറിന്റെ സത്യം. ഞാനും ഇപ്പം ബാംഗ്ലൂർ പോയിട്ട് നീ ഒരു കേരളത്തിൽ അല്ല അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ആയാലും വേറെ ഏത് സ്റ്റേറ്റിലായാലും ഒരു പേടിയുള്ള പോലെയാ. നമ്മുടെ നാട്ടിലെ പോലത്തെ നമ്മുടെ നാട്ടിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കോവിഡ് ഓർമ്മകൾ. കോവിഡ് പലർക്കും നല്ല ഓർമ്മകളായിരിക്കും, കുറേ പേർക്ക് പൊട്ട ഓർമ്മകളായിരിക്കും. നമ്മൾ പൊട്ട ഓർമ്മകളുള്ളവരെ ആ ദിവസങ്ങൾ ഓർമ്മിപ്പിച്ചെങ്കിൽ സോറി. ഞങ്ങൾക്ക് കുറച്ച് നല്ല അനുഭവങ്ങളുള്ളത് ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കും അതുപോലെ നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതുണ്ടെങ്കിലും ഷെയർ ചെയ്യാം. നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും